നമസ്കാരം. പാലക്കാട് നല്ലേപ്പള്ളി ക്രിസ്മസ് ആഘോഷം നടത്തിയതിന് അധ്യാപകരെ VHP നേതാക്കൾ ഭീഷണിപ്പെടുത്തിയതിന് പിന്നാലെ തത്തമംഗലം GBUP സ്കൂളിൽ ക്രിസ്മസ് പുൽക്കൂട് തകർത്തതായി പരാതി. ഇന്ന് സ്കൂളിലെത്തിയ അധ്യാപകരാണ് പുൽക്കൂട് തകർത്ത നിലയിൽ കണ്ടെത്തിയത്. DYFIയും യൂത്ത് കോൺഗ്രസും ചിറ്റൂരിൽ പ്രതിഷേധ സൂചകമായി ക്രിസ്മസ് കരോൾ സംഘടിപ്പിച്ചു. ക്രൈസ്തവരെ ലക്ഷ്യമിട്ട് BJP സ്നേഹ സന്ദേശ യാത്ര നടത്തുന്ന അതേ സമയത്താണ് മറ്റൊരു പരിവാർ സംഘടന ക്രിസ്മസിനോട് അസഹിഷ്ണുത കാണിക്കുന്നത്. ഈ വിഷയം ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. ജേക്സി തോമസ് CPM, റിജിൽ മാക്കുറ്റി കോൺഗ്രസ്, ജിജി ജോസഫ് BJP, കെന്നഡി കരിമ്പിൻകാലായിൽ ക്രിസ്ത്യൻ കൗൺസിൽ, ജോസുകുട്ടി ഒഴികയിൽ കത്തോലിക്ക, കോൺഗ്രസ് എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീ ജിജി ജോസഫ്, നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ CBCI ആസ്ഥാനത്ത് ക്രിസ്മസ് ആഘോഷ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുകയാണ്. അദ്ദേഹം മാർപ്പാപ്പയെ കണ്ടതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറയുന്നുമുണ്ട്. അപ്പോൾ പ്രധാനമന്ത്രി CBCI ആസ്ഥാനത്ത് പോകുന്നു, K സുരേന്ദ്രൻ താമരശ്ശേരി ബിഷപ്പ് ഹൗസിൽ പോകുന്നു. അതേ സമയത്ത് തന്നെ BJPയെ പോലെ തന്നെ ഒരു പരിവാർ സംഘടനയായ VHP ക്രിസ്മസ് ആഘോഷം നടത്തുന്ന ഇടത്തേക്ക് കടന്ന് എന്ന് ഇതൊന്നും ഇവിടെ പറ്റില്ല എന്ന് പറയുന്നു. ഈ ഇരട്ടത്താപ്പ് എങ്ങനെ മുന്നോട്ട് പോകും? അല്ല, അത് ഇരട്ടത്താപ്പാകാൻ ആണെന്ന് നിങ്ങൾ പറയുമ്പോൾ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു കാര്യം. ഇത് ഞങ്ങളുമായിട്ട് വലിയ ഞങ്ങളുമായിട്ട് ബന്ധമുള്ള ആളുകളില്ല, കുറേ കാലം മുമ്പ് പാർട്ടിയിൽ നിന്ന് പോയ ആളുകളാണ് എന്ന് സംസ്ഥാന പ്രസിഡന്റ് ഇതിനെ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് ഈ അടുത്തിടെ പാർട്ടിയിൽ നിന്നും പോയ ആളുകളുമായി ബന്ധമുണ്ടോ എന്ന് സംശയമുണ്ട്. അതുകൊണ്ട് ഇത് അന്വേഷിക്കണം എന്നാണ് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് ഈ വിഷയത്തെക്കുറിച്ച്. അല്ല, VHPയുടെ സംസ്ഥാന നേതൃത്വം അതിനെ ന്യായീകരിച്ചിട്ടുണ്ട്. VHP ഒരു സംഘപരിവാർ സംഘടനയാണ്. RSSന്റെ രണ്ടാമത്തെ സർസംഘചാലകായിരുന്ന MS ഗോൾവാൾക്കറും ചിന്മയാനന്ദ സ്വാമിയും ചേർന്ന് തുടങ്ങിയ സംഘടനയാണ് VHP, വിശ്വ ഹിന്ദു പരിഷത്ത്. ഇപ്പോഴും അത് പരിവാർ സംഘടനയാണ്. ആ സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വത്തിലിരിക്കുന്ന ജില്ലാ സെക്രട്ടറി വടക്കുംതറ K അനിൽകുമാർ, ബജ്രംഗ് ദളിന്റെ ജില്ലാ സംയോജകൻ V സുശാസൻ, അതായത് ബജ്രംഗ് ദളിന്റെയും അതുപോലെ തന്നെ VHPയുടെയും പാലക്കാട് നേതൃത്വത്തെ നയിക്കുന്ന രണ്ടുപേരാണ് സ്കൂളിൽ, കുഞ്ഞു മക്കൾ പഠിക്കുന്ന സ്കൂളിൽ പോയിട്ട് ക്രിസ്മസ് ആഘോഷം അലങ്കോലമാക്കിയത്. അവര് വേറെ ഏത് പാർട്ടിക്കാരാണ്? അല്ല, അത് പറഞ്ഞല്ലോ, ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞല്ലോ, ഞങ്ങളുമായി യാതൊരു ബന്ധമില്ലാത്ത ആളുകളാണ് അവർ. ഒരു കാലത്ത് ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരാണ്. പിന്നെ VHPയുടെ പേര് വലിച്ചഴിച്ചതിലോ അല്ലെങ്കിൽ VHPയുടെ ഈ ആളുകൾ തന്നെയാണോ അതിൻ്റെ അകത്ത് വന്നതോ എന്നൊക്കെ അവർക്ക് ചിലപ്പോൾ സംശയം ഉണ്ടാകാം. അതുകൊണ്ട് അവരത് നിയമപരമായി നോക്കുമെന്നോ അല്ലെങ്കിൽ കേസ് വരട്ടെ എന്നോ അല്ലെങ്കിൽ അല്ല, അത് തന്നെ പറയുന്നത്. VHP ഇതിൻ്റെ അകത്ത് ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇതിനെക്കുറിച്ച് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. അതായത് ഈ പ്രശ്നത്തിൽ ഞങ്ങൾ ഇവിടുത്തെ സാധാരണ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് അവരുടെ ആഘോഷങ്ങൾക്കും എതിരല്ല. എല്ലാവരും ആഘോഷങ്ങൾ നടത്തട്ടെ, എല്ലാ ആഘോഷങ്ങളും നടത്തട്ടെ. ആ ആഘോഷമാണ് നമുക്ക് മുന്നോട്ട് നമ്മളെ പുതിയ തലമുറയാണ് കൂടി ഈ പരമ്പരാഗതമായ ആഘോഷങ്ങളും അല്ലാത്ത ആഘോഷങ്ങളും ഒക്കെ ആഘോഷിക്കട്ടെ എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അതുകൊണ്ട് നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ആഘോഷത്തിനെതിരല്ല എന്ന് പറയുന്നു. BJPയുടെ മുൻ മണ്ഡലം സെക്രട്ടറിയും OBC മോർച്ചയുടെ മുൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റുമാണ് ഈ രണ്ടുപേർ. ഓക്കെ, അവര് മുൻപ് ആണ് BJPയുടെ ഭാരവാഹിത്വത്തിൽ ഇരുന്നത് എന്നുള്ളതാണ് വാദമെങ്കിൽ പാലക്കാട് വിശ്വ ഹിന്ദു പരിഷത്തിനെ നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വിജി തമ്പി ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ട്. അതിൽ വിശ്വ ഹിന്ദു പരിഷത്ത് ഈ ആളുകളെ തള്ളി പറയുന്നില്ല, അവർ ഞങ്ങളുടെ ആളുകളല്ലെന്ന് പറയുന്നില്ല. VHPയുടെ ജില്ലാ സെക്രട്ടറിയും VHPയുടെ യുവജന സംഘടനയായ ബജ്രംഗ് ദളിന്റെ ജില്ലാ സംയോജകനുമാണ് പാലക്കാട് UP സ്കൂളിൽ, കുഞ്ഞു മക്കൾ പഠിക്കുന്ന സ്കൂളിൽ അവർ ആ കുട്ടികൾ ഈ ചുവപ്പും വെള്ളയും ഡ്രസ്സിട്ട് സാന്താക്ലോസിന് തൊപ്പി വെച്ചതിന് അവിടെ ചെന്ന് അധ്യാപകരെ ഭീഷണിപ്പെടുത്തിയത്. ഇത്രയും ചെറിയ കുട്ടികളോടാണോ ഇതൊക്കെ കാണിക്കേണ്ടത് എന്ന പ്രശ്നം കൂടിയുണ്ട് അതിനകത്ത്. അതെങ്ങനെയാണ് വേറെ ആരോ ആയിപ്പോകുന്നത്? അല്ലെന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. സത്യസന്ധമായ അന്വേഷണം നടക്കട്ടെ. അറസ്റ്റ് ചെയ്തതിൽ ഞങ്ങൾ ഒരു ആശങ്കയും പ്രകടിപ്പിച്ചിട്ടില്ല. ഇത് ശരിയല്ല എന്നും പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഇതിനെ ന്യായീകരിച്ചിട്ടില്ല. ഞങ്ങൾ പറഞ്ഞത് ഇത്തരം കാര്യങ്ങളുടെ പിന്നിൽ എന്താണ് സംഭവിച്ചേക്കുന്നതെന്ന് അറിയണം, കണ്ടുപിടിക്കണം, അന്വേഷണം നടത്തണം, അവരെ ഈ നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരണം എന്ന് തന്നെയാണ് പറഞ്ഞത്. ഒന്നുകൂടി പറഞ്ഞു, ഞങ്ങളുടെ വയനാട് ജില്ലാ പ്രസിഡന്റ് ശ്രീമാൻ മധു ലോഹയിട്ട ഭീകരർ എന്ന് പറഞ്ഞതിൻ്റെ 24 മണിക്കൂറിനകം ഒരാളുടെയും മറ്റ് പ്രതിഷേധം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി. അയാളാണ് ഇപ്പോൾ കോൺഗ്രസിലേക്ക് പോയിരിക്കുന്നത്. കോൺഗ്രസ് 2 കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുന്നത്.
ഇപ്പോൾ VHPയുടെ വാർത്താക്കുറിപ്പ് വന്നിട്ടുണ്ട്. ഇപ്പം താങ്കൾ പറയുന്നത് ഞങ്ങളുമായി ഒരു ബന്ധവുമില്ല എന്നുള്ളതല്ലേ? വിശ്വ ഹിന്ദു പരിഷത്ത് 23/12/24 ഇന്ന് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ തന്നെ ഈ കാര്യത്തെ ന്യായീകരിക്കുന്നുണ്ട്. ക്രിസ്മസുമായി ബന്ധപ്പെട്ട ആഘോഷത്തിന്റെ ഭാഗമായി ഒരേ വേഷത്തിൽ പാട്ടും നൃത്തവുമായി കുട്ടികളെ ഘോഷയാത്രയായി സ്കൂളിന് പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ബജ്രംഗ് ദൾ ജില്ലാ സംയോജക സുശാസനും ഖണ്ഡ് പ്രസിഡന്റ് വേലായുധനും അവിടെ എത്തി ഗവൺമെന്റിന്റെ സ്കൂളുകളിൽ ഇത്തരത്തിൽ മതപരമായ ചടങ്ങ് സംഘടിപ്പിക്കാൻ സർക്കാർ അനുവാദം തന്നിട്ടുണ്ടോ? ശ്രീകൃഷ്ണ ജയന്തിയും നബിദിന പരിപാടിയും നിങ്ങൾ ഇത്തരത്തിൽ സംഘടിപ്പിക്കുമോ എന്ന് ചോദിച്ചു. തുടർന്നാണ് അവിടെ അധ്യാപകർ എന്നാൽ ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ആളുകളല്ല, ഞങ്ങൾ ഇത് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ അവരുമായി വാക്കേറ്റം ഉണ്ടായത്. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ആളുകളാണ് ഇത് എന്ന് ഇന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അതിന്റെ വീഡിയോ ഉണ്ട്, സകലതും അവിടെ ഇരിക്കെ ഇപ്പൊ ഞങ്ങളല്ല എന്ന് പറയുന്നതിൽ കാര്യം എന്താണ് ശ്രീ ജിജി ജോസഫ്? അല്ല, നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ഇപ്പോൾ നമ്മൾ ഈ ചർച്ചയിലിരിക്കുന്ന സമയത്ത് ഡൽഹിയിലെ സേക്രഡ് ഹാർട്ട് കത്തീഡ്രലിൽ പ്രധാനമന്ത്രി ക്രിസ്മസ് സന്ദേശം നൽകിക്കൊണ്ടിരിക്കുകയാണ്. കെ സുരേന്ദ്രൻ താമരശ്ശേരി ബിഷപ്പിനെ കാണുകയാണ്. ഞങ്ങളെല്ലാവരും ക്രൈസ്തവ സഭയുമായി ഒന്നിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ചെറിയ സംഭവങ്ങൾ, ഇതുപോലത്തെ സംഭവങ്ങൾ ഉണ്ടാകുന്നതിന് ഞങ്ങൾ കൃത്യമായി അതിനെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല. ഇവർക്കെതിരെ നിയമ നടപടിയെടുക്കണം. അതുമാത്രമല്ല, ഈ ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു സ്ക്രോൾ കണ്ടതാണ്, മാതൃഭൂമിയിലാണെന്ന് തോന്നുന്നു. ഈ അടുത്തിടെ പാർട്ടിയിൽ പോയവരുമായി ഇതിൽ ബന്ധമുണ്ടെന്ന് VHP തന്നെ ആരോപിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുമായി BJPയുമായി യാതൊരു ബന്ധവുമുള്ള ആളുകളല്ല. നേരത്തെ ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു എന്ന് പറയുന്നവർ ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്. ആ പാർട്ടിയിൽ നിന്ന് പുറത്തു പോയവരും നടപടിയെടുത്ത് മാറ്റി നിർത്തിയവരും സമൂഹത്തിലുണ്ടാക്കുന്ന കൊള്ളരുതായ്മകൾക്ക് ഞങ്ങൾ ഉത്തരവാദികളല്ല. ഞങ്ങളുമായി യാതൊരു ബന്ധവുമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ VHP അങ്ങനെ പറയുന്നില്ല. ഞാൻ അത് ഇനി ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ, കേൾക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാവുമല്ലോ. ശ്രീ ജോസ് കുട്ടി ഒഴികെ ഇതൊരു ചെറിയ സംഭവമാണ് എന്ന് ലഘൂകരിക്കാൻ തയ്യാറുണ്ടോ? ഒന്ന്, നമ്മുടെ സെക്കുലർ സമൂഹം എല്ലാ ആഘോഷങ്ങളും സെക്കുലറായി ആഘോഷിക്കാറുണ്ട്. ഇപ്പോൾ ക്രിസ്മസ് മതപരമായി ആഘോഷിക്കുന്നത് പോലെ തന്നെ സ്കൂളുകളിൽ, കോളേജുകളിൽ, പൊതുവിടങ്ങളിലൊക്കെ സെക്കുലറായി ആഘോഷിക്കാറുണ്ട്. ഓണം ആഘോഷിക്കാറുണ്ട്, പെരുന്നാൾ ആഘോഷിക്കാറുണ്ട്. എല്ലാ സ്ഥാപനങ്ങളിലും, സ്കൂളുകളിൽ, പൊതുസ്ഥാപനങ്ങളിലൊക്കെ ക്രിസ്മസ് ട്രീകൾ വെക്കും, നക്ഷത്രം വെക്കും, കേക്ക് കട്ടിയും സദ്യ ഉണ്ടാക്കും. അങ്ങനെ ആ തരത്തിൽ സെക്കുലറായി കൂടി ആഘോഷിക്കുന്ന ഒരു ഉത്സവത്തിന് ചെറിയ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ ഒരു തടസ്സം വരിക എന്ന് പറയുന്നത് ചെറിയ കാര്യമായി താങ്കൾ കാണുന്നുണ്ടോ? ക്രിസ്മസ് എന്ന് പറയുന്നത് ലോകമെമ്പാടും ആഘോഷിക്കുന്നതാണ്. ക്രിസ്മസിൻ്റെ സന്ദേശം തന്നെ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്നാണ് ക്രിസ്തു ജനിച്ചപ്പോൾ മാലാഹമാർ ആകാശവിധാനത്തിൽ പാടിയത്. ലോകത്തിന് ഇങ്ങ് സമാധാനവും സ്നേഹവും ആശംസിച്ചുകൊണ്ടാണ് ക്രിസ്മസ് കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ക്രിസ്മസിനെ സംബന്ധിച്ചിടത്തോളം മതപരം എന്നതിനേക്കാൾ ഉപരി മാനവീയമായ ഒരു ചിത്രം, മാനവീയമായ ഒരു തലമാണ് അതിന് കൂടുതലായിട്ടുള്ളത്. കേരളത്തിൽ ഓണവും വിഷുവും ആഘോഷിക്കുന്ന പോലെ തന്നെ എല്ലാ ഇടങ്ങളിലും ഒരു സാമാന്യമായി എല്ലാവരും ഒരുപോലെ സന്തോഷത്തോടുകൂടി ആഘോഷിക്കുന്ന ഒന്നാണ് ക്രിസ്മസ്. കേക്കുകൾ സമ്മാനിക്കുന്നതും കേക്കുകൾ മുറിക്കുന്നതും ഉൾപ്പെടെ വിവിധങ്ങളായ ആഘോഷ പരിപാടികൾ, അത് കേരളത്തിൻ്റെ പാരമ്പര്യമായ മതമൈത്രിയുടെ മറ്റൊരു വശം കൂടിയാണ്, അല്ലെങ്കിൽ മറ്റൊരു ഉദാഹരണം കൂടിയാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ വളരെ സങ്കീർണമായ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ഇതിനകത്ത് മതപരമായ ഘടകങ്ങളുണ്ടാകാം, മതവിദ്വേഷത്തിൻ്റെ ഘടകങ്ങളുണ്ടാകാം, അതുപോലെ പ്രധാനപ്പെട്ടാണ് ഇതിനകത്തുള്ള രാഷ്ട്രീയ താല്പര്യങ്ങളും. അപ്പോൾ ക്രിസ്മസിനെ ഒരു രാഷ്ട്രീയ താല്പര്യത്തിലുള്ള ഒരു വേദിയാക്കി മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനായിട്ട് പാടില്ല. ക്രിസ്മസ് എന്ന് പറയുന്നത് അത് ക്രിസ്തുവിൻ്റെ ജന്മദിനത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് ലോകത്തെമ്പാടും സമാധാനം ആശംസിച്ചുകൊണ്ട് സ്നേഹവും സൗഹൃദവും പങ്കുവയ്ക്കുന്ന ഒരു മഹത്തായ സംഭവമാണ്. ആ മഹത്തായ ഒരു സംഭവത്തെ രാഷ്ട്രീയത്തിൻ്റെയും അതുപോലെ തന്നെ സങ്കുചിതമായ മറ്റ് താല്പര്യങ്ങളുടെയും വേദിയാക്കി മാറ്റാനായിട്ട് പാടില്ല. ഈ കാര്യത്തിൽ ആരൊക്കെ കുറ്റവാളികളാണെങ്കിലും അവരെ കണ്ടെത്തി അവരെ നിയമത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരിക എന്ന കാര്യമാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്. ഇവിടെ കുറ്റവാളികൾ ആരാ എന്ന് ഞങ്ങളിപ്പോൾ പറയുന്നില്ല. കുറ്റവാളികൾ ആരെന്നൊക്കെ കണ്ടുപിടിക്കേണ്ടത് ഇവിടുത്തെ നിയമ സംവിധാനമാണ്. ആ നിയമ സംവിധാനം കണ്ടുപിടിച്ചിട്ട് അങ്ങനെ റിമാൻഡിലായ, പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡിലായ 3 പേരാണ്. കെ അനിൽകുമാർ VHPയുടെ പാലക്കാട് ജില്ലാ സെക്രട്ടറി, വി സുശാസൻ ബജ്രംഗ് ദളിന്റെ പാലക്കാട് ജില്ലാ സംയോജകൻ, കെ വേലായുധൻ VHPയുടെ ഖണ്ഡ് കമ്മിറ്റി പഞ്ചായത്ത് കമ്മിറ്റി അധ്യക്ഷൻ. 3 പ്രധാനപ്പെട്ട VHP നേതാക്കളാണ് ഇക്കാര്യത്തിൽ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ശ്രീ ജേക്സി തോമസ്, പാലക്കാട് ജില്ലയിൽ ചിറ്റൂർ താലൂക്കിൽ ചിറ്റൂരിൽ തന്നെ 2 ഇടങ്ങളിലാണ് നല്ലേപ്പള്ളി സ്കൂളിൽ കുട്ടികളുടെ ക്രിസ്മസ് ആഘോഷം തടസ്സപ്പെട്ടു. തൊട്ടടുത്ത തത്തമംഗലം സ്കൂളിൽ ഇന്നിപ്പോൾ അധ്യാപകർ നോക്കുമ്പോൾ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിവെച്ച പുൽക്കൂട് തകർക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ.
തീർച്ചയായിട്ടും ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ നമ്മൾ അസാധാരണമായ വൈജ്ഞാനിക കരുത്തോടുകൂടെ എന്തെങ്കിലും തരത്തിലുള്ള ഗവേഷണ പദ്ധതികളൊന്നും ഏർപ്പെടേണ്ട കാര്യമില്ല. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ BJP ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ സംഘപരിവാർ സംഘടനകൾ തങ്ങളുടെ വിശ്വഗുരുവായി കണക്കാക്കുന്ന ഗോൾവൽക്കറുടെ പുസ്തകത്തിലെ കുപ്രസിദ്ധി ആർജിച്ച ചില വാചകങ്ങൾ ഓർമ്മിച്ചാൽ മതി. ലക്ഷണമൊത്തം മതരാഷ്ട്രത്തിന്റെ സംസ്ഥാപനത്തിന് ആരെയൊക്കെ ഈ രാജ്യത്ത് നിന്ന് ഉന്മൂലനം ചെയ്യണം CPIM-ന്റെ അഭിപ്രായമല്ല. RSS ഗുരുജിയായി, വിശ്വവിഖ്യാത ഗുരുജിയായി സംഘപരിവാർ പ്രവർത്തകർ കരുതുന്ന ഗോൾവൽക്കർ പറയുന്നതാണ്. എന്താണ് പറയുന്നത്? മാർക്സിസ്റ്റുകാരെ കൊന്നുകളയണം, മുസ്ലിങ്ങളെ കൊന്നുകളയണം, ക്രിസ്ത്യാനികളെ കൊന്നുകളയണം. ഈ ഉന്മൂലനത്തിലൂടെ മാത്രമാണ് തങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷണമൊത്ത വർഗീയ രാഷ്ട്രം, ലക്ഷണമൊത്ത മതരാഷ്ട്രം, താലിബാനൊക്കെ പോലെ ഇന്ത്യയെ ആക്കിയെടുക്കണമെങ്കിൽ ഇങ്ങനെയേ സാധ്യമാവൂ എന്ന് അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. സ്വാഭാവികമായി ഇന്ത്യൻ സംഘപരിവാരത്തിന്റെ 2024 ആണ്ടിലെ പ്രവർത്തകർ അതിനെ വർദ്ധിച്ച ആസുരതയോടുകൂടെ, സാധാരണഗതിയിൽ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന് കരുത്തുള്ള മണ്ണാണ് കേരളം. ആ കേരളത്തിൽ പോലും അന്യമത വിദ്വേഷം ജനിപ്പിക്കുവാനും വർഗീയ കലാപത്തിൻ്റെയും കൊലപാതകങ്ങളുടെയും പലായനങ്ങളുടെയും ഇന്ത്യൻ അനുഭവം കേരളത്തിലും സൃഷ്ടിക്കാനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ്. പക്ഷേ ആരാണ് അക്രമികളെന്ന് തങ്ങൾക്കറിയില്ല, ഏത് സംഘടനയുടെ പ്രവർത്തകരാണ് എന്നറിയില്ല എന്നൊക്കെ പറയുന്നത് മിനിമം ഭാഷയിൽ പറഞ്ഞാൽ നമ്മളുടെ സാമാന്യ യുക്തിയെ വെല്ലുവിളിക്കാൻ പോകുന്നതാണ്. നമ്മളുടെ മുന്നിൽ ലളിതമായൊരു ചോദ്യമേ ഉയർന്നു വരുന്നുള്ളൂ. വർഗീയതയും മതനിരപേക്ഷതയുമാണ് ഏറ്റുമുട്ടുന്നത്. വർഗീയതയും മതനിരപേക്ഷതയും ഏറ്റുമുട്ടുമ്പോൾ നിങ്ങൾ ആരോടൊപ്പം, നിങ്ങൾ ഏതു ചേരിയിൽ എന്നുള്ളത് നമ്മൾ സശ്രദ്ധമാംവിധം ചർച്ച ചെയ്യേണ്ട സുപ്രധാനമായ ചോദ്യമാണ്. ആ ചോദ്യത്തിന് മുമ്പിൽ ഇന്ത്യൻ താലിബാനിസമാവട്ടെ, അതിന്റെ പ്രതിരൂപമായ സംഘപരിവാരമാവട്ടെ, അവർ കേരളത്തിന്റെ, ഇന്ത്യയുടെ മതനിരപേക്ഷതയെ തുരങ്കം വെക്കാൻ ശ്രമിക്കുന്നു. അതാണ് ഇവിടെ സൂചിപ്പിച്ച രണ്ട് സംഭവവികാസങ്ങളിലും നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അതുകൊണ്ടാണ് കേരളത്തിലെ പോലീസ് ശക്തമായി നടപടിയെടുക്കുകയും ഇവിടെ സൂചിപ്പിച്ച ബജറംഗ് ദളിന്റെ നേതാവ്, വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ജില്ലാ സെക്രട്ടറി, ഈ പ്രധാനപ്പെട്ട പദവികൾ അലങ്കരിക്കുന്ന ആളുകൾക്ക് ഇന്ന് ജയിൽ മുറിയിൽ ഇരുന്ന് ചപ്പാത്തി കഴിക്കുകയും ചെയ്യേണ്ട വന്ന ഗതികേടുണ്ടായത് പോലീസിന്റെ ശക്തമായ നീക്കത്തെ തുടർന്നാണ്. പക്ഷേ ആർജവത്തോടുകൂടെ ആക്രമണം നടത്തുന്ന തീവ്രവാദി ഏത് സംഘടനയിൽപ്പെട്ടയാളായാലും, അത് SDPI ആവട്ടെ, അത് RSS ആവട്ടെ, അത് ബജ്റംഗ് ദൾ ആവട്ടെ, അത് VSP ആവട്ടെ, സംഘപരിവാർ വടവൃക്ഷത്തിന്റെ ഏത് അടരുകളിൽപ്പെട്ടതായാലും അതിനെ അങ്ങനെ തുറന്നു പറഞ്ഞ് എതിർക്കുക എന്നുള്ളതാണ് ലക്ഷണമൊത്ത മതനിരപേക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചിരുന്നവർ സ്വീകരിക്കേണ്ട ഒരു സമീപനം. ഒരു വാചകം കൂടെ കൂട്ടിച്ചേർത്ത് അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഈ ചർച്ചയിലേക്ക് കടന്നു വരുന്ന സമയത്ത് BJPയുടെ പ്രതിനിധിയായി ചർച്ചയിൽ പങ്കെടുക്കുന്ന ബഹുമാന്യനായ സഹപാനലിസ്റ്റ് അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾക്ക് എന്താണ് ഇത്തരം ആളുകളുമായി ബന്ധം എന്നൊക്കെയാണ്. അങ്ങ് ആങ്കർ എന്ന നിലയിൽ ചരിത്രബോധം കരുത്തോടു കൂടെ ഉണ്ടെങ്കിൽ അങ്ങ് നിർബന്ധമായും ഓർമ്മിക്കുന്ന ഒരു ഘട്ടമുണ്ട്. അല്പ ദിവസങ്ങൾക്ക് പുറകിലാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ആദരണീയനായ വയനാട് മുൻ MP 2 BJP MPമാരെ നിലത്ത് തള്ളിയിട്ട് പരിക്കേൽപ്പിക്കാൻ ശ്രമിച്ചു എന്ന വ്യാജ ആരോപണം RSSന്റെ 2 പ്രചാരകർ, ബാലസോറിൽ നിന്നും മറ്റൊരു പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വന്ന 2 MPമാർ ഉയർത്തുന്നത്. അതിലെ ഒരു പ്രധാനപ്പെട്ട പാർലമെന്റ് മെമ്പർ ആരാണ്? അത് പ്രതാപ് സാരംഗിയാണ്. ആരായിരുന്നു പ്രതാപ് സാരംഗി? ഇപ്പൊ BJP നേതാവ്, ഞങ്ങൾക്ക് ബന്ധമേ ഇല്ല, ഞങ്ങൾക്ക് ഈ കൂട്ടരെ കണ്ടാൽ പോലും അറിയില്ല എന്ന് പറഞ്ഞ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഒഡീഷയിലെ സംസ്ഥാന നേതാവായിരുന്നു, ബജറംഗ് ദളിന്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന മതനിരപേക്ഷവാദികളായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത്, ഈ മാന്യൻ ഞങ്ങൾക്ക് ബന്ധമേ ഇല്ല, ഞങ്ങൾക്ക് കണ്ടാൽ കൂടെ അറിയില്ല എന്ന് പറഞ്ഞ പ്രതാപ് സാരംഗി VHPയുടെ സംസ്ഥാന നേതാവും ബജറംഗ് ദളിന്റെ ഒഡീഷയിലെ സംസ്ഥാന പ്രസിഡന്റുമായിരുന്നപ്പോഴാണ് ഇന്ത്യ ലോകത്തിന് മുമ്പിൽ തലതാഴ്ത്തിയ സംഭവവികാസം ഉണ്ടായത്. ഏതായിരുന്നു ആ സംഭവവികാസമെന്ന് നിർബന്ധമായും കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രതിനിധിയും BJPയുടെ പ്രതിനിധിയും നമ്മുടെ ക്രിസ്ത്യൻ കൗൺസിലിന്റെ പ്രതിനിധിയും നമ്മൾ എല്ലാവരും ഓർമ്മിക്കേണ്ടതുണ്ട്. എന്തായിരുന്നു ആ സംഭവവികാസം? നമ്മുടെ നാട്ടിൽ സത്യസന്ധമാംവിധം പ്രഘോഷണത്തിനും മറ്റ് ഉത്തരവാദിത്വത്തിനും ഒക്കെ വന്നെത്തിയ ഡോക്ടർ ഗ്രഹാം സ്റ്റെയിൻസിനെ, അദ്ദേഹത്തിന്റെ പിഞ്ചു കുഞ്ഞുങ്ങളെ, ഒരാളുടെ പേര് ഫിലിപ്പ്, മറ്റൊരാളുടെ പേര് തിമോത്തി, ജീപ്പിലിട്ട് മണ്ണെണ്ണയൊഴിച്ച് ചുട്ടരിച്ച് കൊന്നുകളഞ്ഞു. ആ കേസിലെ പ്രതികൾക്ക് ഒത്താശ ചെയ്ത VHPയുടെയും ബജറംഗ് ദളിന്റെയും സംസ്ഥാന പ്രസിഡന്റും സംസ്ഥാന നേതാവും ഇപ്പോ BJPയുടെ പാർലമെന്റിലെ പ്രധാനപ്പെട്ട MP-യാണ്, ഒഡീഷയിലെ മുൻ മന്ത്രിയാണ്. ഇതാണ് BJPക്ക് VHPയുമായിട്ടുള്ള ബന്ധം, ഇതാണ് BJPക്ക് ബജറംഗ് ദളുമായിട്ടുള്ള ബന്ധം. ഈ തെമ്മാടി സംഘം
കേരളത്തിൽ എത്രയെത്ര ആക്രമണങ്ങൾക്ക് ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പൊ അതിന്റെ വിശദാംശങ്ങളിലേക്ക് അതിന്റെ അടുത്ത ഘട്ടത്തിൽ അതിന്റെ വിശദാംശങ്ങളിലേക്ക് യുവതയിലുണ്ട്. ഞങ്ങളുടെ പ്രധാനമന്ത്രി ഇപ്പൊ ഡൽഹിയിലെ പള്ളിയുടെ മുമ്പിൽ നിന്ന് കേക്ക് മുറിക്കുന്നുണ്ട്. അതാണ് ഇവരുടെ പ്രത്യേകത. മാനായും മാരീജനായും വരും, ആട്ടും തോലിട്ട ചെന്നായി കണക്കെ ഇവർ വരും. ഇക്കൂട്ടരെ തിരിച്ചറിയുക എന്നുള്ളതാണ് മതനിരപേക്ഷ കേരളം സ്വീകരിക്കേണ്ട ജാഗ്രതാപൂർണമായ നടപടി. VHP ഏത് സംഘടനയാണെന്നുള്ള കാര്യത്തിൽ ആർക്കും ആശയക്കുഴപ്പമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഞാൻ VHPയുടെ ഒറിജിൻ സംബന്ധിച്ച് ആദ്യത്തെ ചോദ്യത്തിൽ തന്നെ ആ കാര്യം സൂചിപ്പിച്ചിരുന്ന ഒരുപക്ഷെ അന്നേരം ജയിക്ക് എത്തിയിട്ടില്ലായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ കെന്നഡി കരിമ്പുംകാലായിൽ ഇപ്പോൾ കേരളത്തിൽ സംഘപരിവാർ നറേറ്റീവുകളെ വളരെ കൃത്യമായി അതിനേക്കാൾ ശക്തമായി പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഇപ്പോൾ കാസയടക്കമുള്ള സംഘടനകളുണ്ട്. ക്രിസംഗികൾ എന്ന പുതിയ ഭാഷയിൽ വിളിപ്പേരുള്ള ആളുകൾ കുറെ കൂടി അഗ്രസീവായി സംഘപരിവാറിന്റെ പൊളിറ്റിക്സ് പുഷ് ചെയ്യുന്ന ആളുകളാണ് എന്ന നിലയിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതിനിടയ്ക്കാണ് ഇങ്ങനെ ഈ ക്രിസ്മസ് നമ്മുടെ നാട്ടിലും തടസ്സപ്പെടുത്തുന്ന സാഹചര്യമൊക്കെ വന്നത്. ഇപ്പോൾ ക്രിസ്മസ് തടസ്സപ്പെട്ടത് മധ്യപ്രദേശിലോ ഒറീസയിലോ ജാർഖണ്ഡിലോ ഒന്നുമല്ല. അങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ പണ്ട് പത്രത്തിലൊക്കെ കണ്ടു. ഇപ്പോൾ കേരളത്തിലും ക്രിസ്മസ് ഒക്കെ തടയാം എന്ന നില വരുന്നത് സന്തോഷകരമാണോ? അഭിലാഷേ, ഇപ്പോൾ പാലക്കാട്ടത്തെ സംഭവമാണെങ്കിലും ഇപ്പോൾ ഈ ക്രിബ് പൊളിച്ച വിഷയത്തിലൊന്നും അത് അത്ര ചെറുതായി കാണാവുന്നൊരു വിഷയമാണ് എന്ന് ഞാൻ പറയുന്നില്ല. കാരണം അല്ലാതെ തന്നെ ക്രൈസ്തവ വിഭാഗം ഒരുപാട് തരം ഫോബിയകളിലൂടെ കടന്നു പോകുന്നൊരു കാലഘട്ടത്തിൽ ഇനിയിപ്പോൾ VHP ഫോബിയയും BJP ഫോബിയയും കൂടി അനുഭവിക്കേണ്ടി വരുമോ എന്ന് ന്യായമായും പൊതുസമൂഹം സംശയിച്ചാൽ അതിനെ തെറ്റു പറയാൻ കഴിയില്ല. കാരണം ഉത്തർപ്രദേശിലും മറ്റും കണ്ടുവരുന്ന അതിനോട് ചേർന്ന് നിൽക്കുന്ന സമാനമായ രീതിയിലുള്ള ചില ഇൻടോളറൻസ് കേരളത്തിൽ കണ്ടു തുടങ്ങുന്നത് ഒരു നല്ല ലക്ഷണമല്ല എന്ന് തുറന്നു പറയാൻ മടിക്കില്ല. കാരണം അതൊന്നും എന്താ പറയുന്നത്, മുളയിലെ നുള്ളേണ്ട വിഷയങ്ങൾ മുളയിലെ നുള്ളി തന്നെയാവണം. BJPയോ BJPയുടെ പ്രതിനിധിയോ ന്യൂനപക്ഷ മോർച്ചയുടെ പ്രതിനിധിയോ അല്ല ഇത് നിഷേധിക്കേണ്ടത്. ഇത് VHPയുടെ സംസ്ഥാന നേതൃത്വം നിഷേധിക്കണമായിരുന്നു. ഞങ്ങളുമായി ബന്ധമുള്ളവരല്ല, എന്തെങ്കിലും തരത്തിൽ ബന്ധമുണ്ടെങ്കിൽ ഞങ്ങൾ പുറത്താക്കുന്നു. അതെ, സന്ദീപ് വാര്യയുടെ പേര് പറയാൻ പോലും മടിച്ചിട്ട് അവിടെ നിന്നുകൊണ്ട് ഞങ്ങളിൽ നിന്ന് വിട്ടുപോയ ആരോ അവിടെ അമക്കി എന്ന് പറയാതെ ധൈര്യപൂർവ്വം പറയൂ, സന്ദീപ് വാര്യറിന്റെ പിന്നിൽ കളിക്കുന്നു. ഭയമാണോ? അങ്ങനെയാണെങ്കിൽ അങ്ങനെ പറയൂ. അപ്പോൾ അതും ഇതും പറയാതെ മുക്കിയും മുടിയും മറുപടി തന്നാൽ ക്രൈസ്തവ വിഭാഗം എല്ലാം അങ്ങ് കേട്ടുകൊള്ളും എന്ന് കരുതുന്നത് തെറ്റ് തന്നെ. പക്ഷെ അതോടൊപ്പം ഞാൻ മറ്റൊന്നുകൂടി പറയാം. ഒരു ക്രിബ് പൊളിച്ചതും അല്ലെങ്കിൽ അവിടെ ഒരു ക്രിസ്മസിന്റെ റാലി തടസ്സപ്പെടുത്തിയതിനേക്കാളൊക്കെ അതിഗുരുതരമായ മുനമ്പം മാതിരി ഒരു വിഷയം എന്നെ പറയാൻ അനുവദിക്കണേ അഭിലാഷേ. മുനമ്പം മാതിരി ഒരു വിഷയം, 10-600 പേരുടെ കുടുംബ പ്രാരാബ്ധമായിട്ട് വഴിയിൽ ഇറങ്ങുന്ന ഒരു അനുഭവം ഉണ്ടായിട്ട് കണ്ണാക്കിൽ ഒട്ടിപ്പോയ സുമുഖരായ 2 ചെറുപ്പക്കാരാണ് എൻ്റെ ഈ പാനലിൽ എൻ്റെ കൂടെ 2 പേരിരിക്കുന്നത്. അവര് VHP എന്ന് കേട്ടതോടുകൂടി പുലിവേഷത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ ധൈര്യമുണ്ടോ ഞാൻ അവരോട് ചോദിക്കുന്നു. ഈ നാട്ടിലെ മുത്തവല്ലിമാരും ഉസ്താദുമാരും മൗലവിമാരും പാലക്കാട്ടെ ഞങ്ങളുമാരും, അഭിലാഷേ ഞാൻ സ്പെല്ലിംഗ് മിസ്റ്റേക്കോടുകൂടി പറയല്ല, പാലക്കാട്ടെ ഞങ്ങളുമാർ. കാരണം നാളെ അഭിമാനത്തിന് പോറിയെന്ന് പറഞ്ഞ് എനിക്കെതിരെ കേസുമായിട്ട് വരരുത്. കാരണം അവർക്ക് കരിപ്പൂരും മറ്റേ സ്വർണ്ണമൊക്കെ ഇവിടെ കേസ് നടത്താൻ പറ്റും. നമ്മൾ പാവപ്പെട്ടവരാ, കൃഷിക്കാരനാ, നമുക്ക് കൃഷിയെടുക്കുക ഉൽപ്പാദനത്തിന് വില പോലും ഇല്ല. ആരെയും പുലിയും കടുവാക്കി നമ്മുടെ നെഞ്ചത്ത് കയറുക. ഒരു പന്നിയെ എങ്ങാനും തൊട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ UAPA ചുമത്തിയവരെ നേരിടുന്നതാണ് ഞങ്ങളുടെ സഹോദരങ്ങളെ നേരിടുന്നത്. ആ സമയത്താണ് ഞാൻ പറയുന്നത്, ഈ ആൾക്കാർ 2 പേർ ഈ കളവ് പറഞ്ഞ് മുനമ്പത്ത് വഖഫ് ഭൂമിയാണെന്ന് കളവ് പറഞ്ഞ ഇസ്ലാമിന്റെ നേതാക്കന്മാരെ മൗലവിമാരെ എല്ലാം തള്ളി പറയാൻ ഈ 2 ചെറുപ്പക്കാർ പേരെടുത്ത് ചോദിക്കുന്നു. തോമസ്, നിങ്ങൾ 2 പേരും തയ്യാറാണോ? ഈ വഖഫിന്റെ വിഷയം ഈ ചർച്ചയിൽ തന്നെ, ഇതേ ഫോറത്തിൽ തന്നെ പലവട്ടം ചർച്ച ചെയ്തിട്ടുണ്ട്. അന്ന് ഇടതുപക്ഷത്തിന്റെയും വലതുപക്ഷത്തിന്റെയും പ്രതിനിധികൾ വരികയും ചെയ്തിരുന്നു, അവരുടെ അഭിപ്രായം പറയുകയും ചെയ്തിരുന്നു. വഖഫ് വിഷയത്തിൽ ഇപ്പോൾ സർക്കാർ തന്നെ ഒരു നില സ്വീകരിക്കുകയും ലത്തീൻ കത്തോലിക്ക സഭയ്ക്ക് അത് സ്വീകാര്യമാവുകയും പുതിയ കമ്മീഷൻ അക്കാര്യവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം എടുക്കാൻ ഇരിക്കുകയും ചെയ്യുമ്പോൾ ഇപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കണം എന്നുള്ളത് നല്ല താല്പര്യമാവില്ല. ഇപ്പോൾ ഞാൻ പുൽക്കൂട് പൊളിച്ചതിനെ കുറിച്ചൊന്ന് ചോദിച്ചു പോയി, അതൊരു വലിയ തെറ്റായി പോയി തോന്നുന്നു. ചെറുതായിട്ടൊന്ന് പുൽക്കൂട് പൊളിച്ചതിന് ഇപ്പോ ഇത്രയൊക്കെ ചോദിക്കുന്നുള്ളതായിരിക്കും എനിക്കറിഞ്ഞൂടാ. എന്തായാലും പറയാൻ ഇത്രയും അനുവദിച്ചില്ലേ? അപ്പോ ചെറുതായിട്ടൊന്ന് പുൽക്കൂട് പൊളിച്ചതിന് ഇത് വഖഫ് ബോർഡിന്റെ രേഖ, അതായത് ഇപ്പൊ പുൽക്കൂട് പൊളിച്ചതിനെ കുറിച്ച് ചോദിച്ചാലും വഖഫ് ബോർഡിനെ കുറിച്ചാണ് ക്രിസ്ത്യൻ കൗൺസിലിന് സംസാരിക്കാനുള്ളത്. ഇവിടെയൊക്കെ തന്നെയാണ് ഈ താങ്കള് മോഹൻലാലിന്റെ അക്കരെ സിനിമ കണ്ടിട്ടുണ്ടോ? അതിൽ ശ്രീനിവാസൻ മോഹൻലാലിനോട് പറയുന്നുണ്ട്, തല്ലിക്കോ, എത്ര വേണമെങ്കിലും തല്ലിക്കോ എന്ന് പറഞ്ഞതുപോലെ ശ്രീ കെന്നഡി കരിമ്പുംകാലായിൽ VHPയോട് പൊളിച്ചോ
എത്ര വേണമെങ്കിലും പൊളിച്ചോ. ഇങ്ങനെയൊക്കെ വിധേയത്വം കാണിക്കേണ്ട കാര്യമുണ്ടോ? ഇന്ത്യൻ പൗരന്മാർക്ക് എല്ലാവർക്കും സ്വന്തം കാലിൽ നിവർന്നു നിന്ന് അന്തസ്സോടെ നിൽക്കാനുള്ള ഭരണഘടന ഇവിടെ ഉണ്ട് സാർ. ഉണ്ടല്ലോ. ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഒരു VHP അങ്ങനെയെങ്കിലും പറഞ്ഞത് സംശയമാണ്. ഞാൻ ഈ മനസ്സിലായി. പൊളിക്കുമ്പോ ഇങ്ങനെയൊന്നും പൊളിക്കല്ലേ എന്നാണോ? നല്ല മറുപടി തന്നു കഴിഞ്ഞു. കുറച്ചുകൂടി വൃത്തിയായിട്ട് പൊളിക്കാന്നായിരിക്കും. ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിനെതിരെ ഇൻടോളറൻസ് നല്ല ലക്ഷണമല്ല എന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു. ശരി, നല്ല ലക്ഷണമല്ല. ഇനി എങ്ങാനും VHP യെ കുറിച്ചൊരു ഫോബിയ ഉണ്ടാവുമോ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ എന്നുള്ളതാണ് കെന്നഡിയുടെ കാര്യം. ഇപ്പൊ നേരത്തെ ജയിക്ക് പറഞ്ഞപ്പോൾ 2 കുട്ടികളുടെ പേര് പറഞ്ഞു. ഗ്രഹാം സ്റ്റെയിൻസിന്റെ 2 മക്കൾ. ഇതേ സംഘടനയെക്കുറിച്ച് പരാതി ആരോപണമൊന്നുമല്ല. എന്താണ് ഗ്രഹാം സ്റ്റെയിൻസിന്റെ കൊലപാതകത്തിൽ നടന്നത് എന്നതിനെ സംബന്ധിച്ച് അന്വേഷണ റിപ്പോർട്ടും അതിനുശേഷമുള്ള ജുഡീഷ്യൽ നടപടിക്രമങ്ങളും ഉണ്ട്. അപ്പോൾ VHP യെ കുറിച്ച് ഇപ്പോൾ ഇവിടെ തത്തമംഗലത്തോ അതല്ലെങ്കിൽ നല്ലേപ്പുള്ളിയിലോ ഒരു കരോള് തടഞ്ഞിട്ട് ക്രിസ്ത്യാനികൾക്ക് പുതുതായി ഫോബിയ ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന സംഘടന 1964 ആരംഭിച്ചതെന്ന് ശ്രീ കെന്നഡിക്ക് അറിയാമോ എന്ന് എനിക്കറിയില്ല. 3 പേരാണ് ഈ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സ്ഥാപകർ. 1 MS ഗോൾവാൾക്കർ, RSSന്റെ അന്നത്തെ സർസംഘചാലക്. 2 SA ആപ്തെ, മറ്റൊരു ഹിന്ദുത്വ നേതാവ്. 3 സ്വാമി ചിന്മയാനന്ദ സരസ്വതി. ഈ സംഘടന പ്രഖ്യാപിച്ചുകൊണ്ട് ഡിക്ലറേഷൻ നടത്തി. ആര്? SA ആപ്തെ പറഞ്ഞെന്താ അറിയോ? ഏറ്റവും അവസാനത്തെ വരി, ക്രിസ്ത്യൻ ഇസ്ലാം കമ്മ്യൂണിസ്റ്റ് തിന്മകളിൽ നിന്ന് ഹിന്ദുക്കളെ രക്ഷിക്കാൻ ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ് ഇത് എന്നാണ്. ഏതായാലും ആ പ്രസ്ഥാനം അവരുടെ പണി പാലക്കാട് എടുത്തിട്ടുണ്ട്. താങ്കൾക്ക് അത് ചെറിയ പണിയായി തോന്നിയെങ്കിൽ അങ്ങനെ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ശ്രീ റിജിൽ മാക്കുറ്റി, കേരളം പോലൊരു സമൂഹത്തിലും ഈ പുൽക്കൂട് പൊളിക്കുക, ക്രിസ്മസ് ആഘോഷം തടയുക പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളത് സങ്കടകരമായ കാര്യമാണ്. നമ്മൾ എല്ലാ ഫെസ്റ്റിവലുകളെയും, പല മതങ്ങളുടെ ഫെസ്റ്റിവലുകൾ ആയിരിക്കും, പക്ഷേ ഒരു സെക്യുലർ സമൂഹം എന്നുള്ള നിലയിൽ സെക്യുലറായി എല്ലാവരും ആഘോഷിക്കാറുണ്ട്. ക്രിസ്മസ് ക്രിസ്ത്യാനികൾ മാത്രമല്ല ആഘോഷിക്കാറുള്ളത്, പെരുന്നാൾ മുസ്ലിങ്ങൾ മാത്രമല്ല, ഓണം ഹിന്ദുക്കൾ മാത്രമല്ല, എല്ലാവരും ആഘോഷിക്കുന്ന ഒരു സമൂഹമായി എത്രയോ കാലമായി കേരളം മുന്നോട്ട് പോകുന്നതിനിടയ്ക്കാണ് ചെറിയ കുട്ടികൾ ഈ സാന്താക്ലോസിന്റെ വേഷമിട്ടതിന് ചില ആളുകൾ സ്കൂളിൽ വന്ന് അധ്യാപകരെ ഭീഷണിപ്പെടുത്തിയത്. വെച്ച് പൊറപ്പിക്കാൻ പാടില്ല എന്നിപ്പോൾ എല്ലാവർക്കും പറയാം. അതിനപ്പുറത്ത് ഇതിന് ആവർത്തനം ഉണ്ടാവാതിരിക്കാൻ എന്തൊക്കെ വേണമെന്ന് കരുതുന്നു? ശ്രീ അഭിലാഷേ, യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ ഒരു പൊതു മനസ്സിനെ അല്ലെങ്കിൽ പൊതുമതനിരപേക്ഷ മനസ്സിനെ ആകെ തന്നെ വേദനിപ്പിക്കുന്ന സംഭവമാണ് ഈ കഴിഞ്ഞ ദിവസം പാലക്കാട് ഉണ്ടായത്. അതോടൊപ്പം തന്നെ ആലപ്പുഴയിലും അതിൻ്റെ ചെറിയതായ ഒരു അനുഭവം നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായും ഇവിടെ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുന്നു എന്നുള്ളത് നമ്മൾ ഗൗരവതരമായി പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് ഇവിടെ ഇപ്പോൾ കെയ്ക്കുമായും അതോടൊപ്പം തന്നെ മലയാറ്റൂർ പള്ളി കയറാനൊക്കെ BJP നേതാക്കന്മാർ വെമ്പൽ കൊള്ളുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള വലിയ രൂപത്തിലുള്ള ക്യാമ്പയിൻ, സ്നേഹയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് സ്നേഹയാത്ര നടത്തുമ്പോൾ ഒരു വിഷം തുപ്പുന്ന മറ്റു കാര്യങ്ങളാണ് ചെറിയ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ പോലും ഈ BJPയുടെ സംഘപരിവാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയായ VHPയുടെ തീവ്രവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ BJP വക്താവ് പറയാണ് ഞങ്ങൾക്ക് ബന്ധമില്ല. അപ്പൊ BHPക്ക് BJPയുമായി ബന്ധമില്ല എന്ന് പറയണം. BHP എന്ന് പറയുന്നത് BJPയുമായി പുലകുളി ബന്ധമില്ലാത്ത സംഘടനയാണെന്ന് പറയണം. അല്ലാതെ എങ്ങനെയാണ് ബന്ധമില്ല എന്ന് പറയാൻ പറ്റുക? BHPയുടെ ഉത്തരവാദപ്പെട്ട പാലക്കാട് ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് ഈ പറയുന്ന ആളുകൾ, തടയാൻ പോയ ആളുകൾ. ചിറ്റൂർ പ്രദേശത്തെ BHPയുടെ തീവ്രവാദ സംഘടനയുടെ പ്രധാനപ്പെട്ട തീവ്രവാദികളാണ്. ആ തീവ്രവാദികൾ മാത്രം ഞങ്ങൾ ബന്ധമില്ല എന്ന് പറയുമ്പോൾ അവരെ ഇവിടെ പറഞ്ഞതുപോലെ BHPയുടെ സംസ്ഥാന നേതൃത്വം തള്ളിപ്പറയാതെടുത്തോളം കാലം അവർ ഈ സംഘപരിവാർ സംഘടനയുടെ അംഗം തന്നെയാണ്. ഇപ്പൊ കേരളത്തിൽ BJPക്ക് എന്താണെന്നറിയോ? BJPക്ക് ഒരു ഭാഗത്ത് ക്രിസ്ത്യൻ സ്നേഹം വേണം. അതുപോലെ കരിമ്പിൻകാലയെ പോലെയുള്ള ആളുകൾ ഇപ്പോൾ വളരെ കൃത്യമായി എത്ര നന്നായിട്ടാണ് BJPയെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാട് എടുത്തത്. ഇപ്പോൾ ക്രിസ്തുദേവന്റെ തിരുപ്പിറവി വരികയാണ്. അപ്പോൾ ഈ ക്രിസ്തുദേവനെ ഉറ്റുകൊടുത്ത യൂദാസിന്റെ പുതിയ അവതാരങ്ങളായി ഇവരൊക്കെ തന്നെ ഉണ്ടാകുമ്പോൾ BHPക്കാർക്കും അതോടൊപ്പം തന്നെ സംഘപരിവാർക്കാർക്കും ഒക്കെ തന്നെ ഇത്തരത്തിലെ പുൽക്കൂടുകൾ കത്തിക്കാനും ഇത്തരത്തിലെ കരോട് കത്തിക്കാനും ഒരു പ്രശ്നമില്ല. കാരണം ന്യായീകരിക്കാൻ ഇത്തരം ആളുകളുണ്ട്. ഇവരൊക്കെ തന്നെ 30 വെള്ളിക്കാശിന് വേണ്ടി യേശുദേവനെ ഒറ്റുകൊടുത്തതുപോലെ ഈ നാട്ടിലെ അധികാരത്തിനും മറ്റ് BJPക്കാരുടെ ഏതെങ്കിലും തരത്തിലുള്ള ഉച്ചിഷ്ടം പൂജിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ അവരെ ന്യായീകരിക്കുന്നു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിലുള്ള ഈ വിശ്വാസികൾ ഇതിനെ തിരിച്ചറിയണം എന്നുള്ളതാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ കേരളത്തിൽ മാത്രം രാജ്യത്തെമ്പാട് ഇപ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിൻ്റെ ഒരു കണക്ക് പുറത്തുവിട്ടിട്ടുണ്ട്. ജനുവരി 1 മുതൽ നവംബർ 30 വരെ 745 അക്രമ സംഭവങ്ങളാണ് ക്രിസ്ത്യാനികൾക്ക് നേരെയും അതോടൊപ്പം തന്നെ അവരുടെ സ്ഥാപനങ്ങൾക്ക് നേരെ ഉണ്ടായിട്ടുള്ളത്. ഛത്തീസ്ഗഡ് ആരാ ഭരിക്കുന്നത്? ഈ ഭരിക്കുന്ന BJP. അവിടെ ക്രിസ്മസ് കരോൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിരോധിച്ചിരിക്കുന്നു. രാജസ്ഥാനിൽ മധ്യപ്രദേശിലെല്ലാം ഇതേ അനുഭവം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ഈ നാട്ടിനകത്ത് ക്രിസ്തീയ സ്നേഹം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകൾ? ഈ ക്രിസ്തീയ സ്നേഹം പറഞ്ഞ് അവരുടെ
അരമനകളിലേക്കും അവരുടെ പിന്നെ വീടുകളിലേക്കും അതോടൊപ്പം പോകുന്ന BJP-ക്കാർ, ഈ BJP-യുടെ സംസ്ഥാന നേതൃത്വം എന്തേ രാജസ്ഥാനിലെ ക്രിസ്തീയ മേഖലയിൽ പോകാത്തത്, എന്തേ ഛത്തീസ്ഗഡിൽ പോകാത്തത്, എന്തേ ഒറീസയിൽ പോകാൻ തയ്യാറുണ്ടോ? ഇല്ല. കാരണം എന്താ? അവരെ ഭീകരവാദികളായും അതോടൊപ്പം തന്നെ മതപരിവർത്തനവാദികളുമായി ആക്ഷേപിച്ചുകൊണ്ട് അവരെ വേട്ടയാടുന്നു എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തിൽ ഇത്തരത്തിലുള്ള ആളുകളുടെ വോട്ട് വാങ്ങാൻ ഈ കരിമ്പൻകാലയെ പോലുള്ള കാലന്മാർ ഇതിനകത്തുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായും ഞങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ ന്യായീകരിക്കാൻ ആളുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളുമായി BJP-ക്കാർ അവിടെ പോകുന്നത്. തീർച്ചയായിട്ടും ഞാൻ പറയാൻ അവസാനിപ്പിക്കുക, തീർച്ചയായിട്ടും ഈ സംഭവത്തിനകത്ത് വളരെ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തിന്റെ ഭാഗം തന്നെയാണ്. BHP-യുടെ നേതാക്കന്മാരായി നിൽക്കുന്ന ഹിന്ദു ഐക്യവേദിയുടെ, വിശ്വ ഹിന്ദു പരിഷത്തായാലും ഹിന്ദു ഐക്യവേദി എന്നൊക്കെ പറയുന്ന ഇവരുടെ തീവ്രവാദ ഗ്രൂപ്പിന്റെ നേതാക്കന്മാരെല്ലാവരും തന്നെ BJP-യുമായി ഏറെ ബന്ധമുള്ളവരാണ്. കഴിഞ്ഞ പാലക്കാട് തെരഞ്ഞെടുപ്പിനകത്ത് ഈ പറയുന്ന ഈ സംഘങ്ങൾ, ഈ അക്രമ സംഘങ്ങൾ തെരഞ്ഞെടുപ്പിന് വേണ്ടി BJP-ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. എന്നിട്ട് കരിമ്പൻകാല പറയാണ് സന്ദീപ് വാര്യർ BJP-യിൽ നിന്ന് പുറത്തു വന്നപ്പോൾ സന്ദീപ് വാര്യരുടെ മേൽ ചാർത്തിക്കൊണ്ട് രക്ഷപ്പെടാൻ BJP ന്യായീകരിക്കുക എന്ന് പറയുന്നത് താങ്കളുടെപ്പോലുള്ള താങ്കളുടെയൊക്കെ മനസ്സിനകത്ത് യഥാർത്ഥത്തിൽ വിഷമാണ്. ഇതുപോലെ കേൾക്കുന്ന ആളുകളുണ്ട്. സന്ദീപ് വാര്യർ പറഞ്ഞിട്ടാണ് ചെയ്തതെന്ന് പറയുമ്പോൾ ആ BJP-കാരൻ പറയുന്നില്ല, അതിന് വെള്ളപൂശി കൊടുക്കുകയാണ് ഈ പറയുന്ന കരിമ്പൻകാലയെ പോലുള്ള ആളുകൾ. അപ്പോൾ യഥാർത്ഥത്തിലുള്ള യൂദാസുമാർ ആരാണെന്ന് യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയ മതവിശ്വാസികൾ കാണണം. ഇവരൊക്കെ തന്നെ അതെ മുനമ്പവ. ഏത് വിഷയത്തിനകത്ത് ഞങ്ങൾക്ക് ഞങ്ങളുടെ നിലപാടുണ്ട്. അതിനൊന്നും നിങ്ങൾ ആഘോഷം ഈ നാട്ടിൽ മുഴുവൻ ജനതയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് മുഴുവൻ നാളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നാട് നീളെ മൗലവിമാരും ഉസ്താദുമാരും പോലുള്ളവരൊക്കെ പറഞ്ഞത് തെറ്റാണ്. വഖഫ് ബോർഡിന്റെ രേഖ ഞാൻ മിനിഞ്ഞാന്ന് പുറത്തുവിട്ടു. വഖഫ് ബോർഡ് പറയുന്നു മുനമ്പത്ത് വഖഫ് ഭൂമി ഇല്ല. വിഷയങ്ങൾ വയനാട് ഉണ്ടായിട്ടുണ്ട്. അവിടെ ക്രിസ്ത്യാനികൾ മാത്രമല്ല, സ്വാഭാവികമായി അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിയുണ്ട്. പിന്നെ ഇതൊക്കെ കുറെ പറഞ്ഞല്ലോ. നിങ്ങളെ ആളുകൾ പോയി വയനാട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഉൾപ്പെടെ അവിടെ ചർച്ച വഴിതെറ്റിച്ചുകൊണ്ടുപോകേണ്ട. ഈ ചർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണം നൽകേണ്ടത് VHP-ആണ്. VHP-യുടെ നേതാവ് ശ്രീ രാജശേഖരൻ ടെലിഫോൺ ലൈനുണ്ട്. പക്ഷെ ഒരു ചെറിയ ഇടവേള എടുത്ത് വന്നതിന് ശേഷം ശ്രീ രാജശേഖരൻ എന്താണ് സംഭവിച്ചതെന്ന് VHP-യുടെ ഭാഗത്തുനിന്നുകൂടി വിശദീകരിക്കട്ടെ. അപ്പോൾ ഒരു ചെറിയ ഇടവേള. ചർച്ചയിലേക്ക് വേണ്ടി ശ്രീ CA രാജശേഖരൻ, VHP പ്രതിനിധി. ശ്രീ CA രാജശേഖരൻ, എന്തിനാണ് ഒരു ചെറിയ സ്കൂളിൽ, ഒരു UP സ്കൂളിൽ കുട്ടികളുടെ ക്രിസ്മസ് ആഘോഷം തടയാൻ വേണ്ടിയിട്ട് VHP-യുടെ ജില്ലാ സെക്രട്ടറി K അനിൽകുമാറും ബജ്രംഗ് ദൾ ജില്ലാ സംയോജകൻ V സുശാസനനും VHP-യുടെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ അധ്യക്ഷൻ K വേലായുധനും കൂടി പോയത്? അവിടെ സ്കൂളിലേക്ക് പോയത് സ്കൂളിന്റെ HM-നെ, ഹെഡ് മിസ്ട്രസിനെ കണ്ട് സംസാരിക്കുന്നതിന് വേണ്ടിയാണ്. അവിടെ പുൽക്കൂട് തകർത്തിട്ടില്ല. അവിടെ ക്രിസ്തുമസ് ആഘോഷങ്ങളെ യാതൊരു കാരണവശാലും എതിർത്തിട്ടുമില്ല. അല്ല, ഞാനൊന്ന് പറയട്ടെ. അതായത് തെരുവിലൂടെ ഹിന്ദു കുട്ടികളെ അടക്കം അവരുടെ സമ്മതമില്ലാതെ, അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ശ്രദ്ധിക്കാതെ കുഞ്ഞുങ്ങളെ അവരുടെ രക്ഷകർത്താക്കളുടെ പോലും അനുമതിയില്ലാതെ അവരെ ഘോഷയാത്രയായി മറ്റു മതചിഹ്നങ്ങൾ, ഹിന്ദു കുട്ടികളെ മറ്റു മതചിഹ്നങ്ങൾ അണിയിച്ചുകൊണ്ട് ഈ സാന്റാക്ലോസിന്റെ ചുവന്ന തൊപ്പിയും ക്രിസ്തി, അത് തീർച്ചയായിട്ടും അത് ക്രൈസ്തവ സാധാരണയായി ഉപയോഗിച്ച് കാണുന്നത്. ഹിന്ദു കുട്ടികൾക്ക് അത് ഒരു സർക്കാർ സ്കൂളിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മറ്റൊരു സ്വകാര്യ സ്കൂളിൽ കോഴിക്കോട്ട് എന്തായിരുന്നു സംഭവിച്ചത്? അയ്യപ്പ ധർമ്മത്തിനായി, അയ്യപ്പ സന്നിധിയിലേക്ക് വ്രതധാരികളായി പോകുന്നതിന് വേണ്ടി കറുപ്പ് ധരിച്ച കുട്ടികളെ മതവെറിയന്മാരെന്ന് പറഞ്ഞ് സ്കൂളിൽ നിന്ന് പുറത്താക്കി. അന്നെന്താ ആരും ഒന്നും ഇത്ര ചോദിച്ചു മതവെറിയാണെന്ന് സമ്മതിക്കുകയാണോ? അല്ല, ഇപ്പോ ഈ ഓണം, ക്രിസ്മസ്, ഇങ്ങനെയൊക്കെയുള്ള പെരുന്നാൾ, ഇങ്ങനെയൊക്കെയുള്ള ആഘോഷം, പുതുവത്സരമൊക്കെ സ്കൂളുകളിൽ എല്ലാ കുട്ടികളും ആഘോഷിക്കും. അതിനിപ്പോ എന്താ? എല്ലാ സ്ഥാപനങ്ങളിലും ആഘോഷിക്കും, എല്ലാ സ്കൂളിലും ആഘോഷിക്കും. ആ കുട്ടികളെ സാന്റാക്ലോസിന്റെ വേഷം കെട്ടും, സ്റ്റാർ വെക്കും, പുൽക്കൂട് വെക്കും. ഇതിനൊക്കെ എന്താണ്? ഇങ്ങനെ ഈ ആരെങ്കിലും, അവിടുത്തെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും, ആ കുട്ടികൾ ആരെങ്കിലും പറഞ്ഞോ? പറയാൻ അനുവദിക്കൂ. അല്ല, കുട്ടികൾ ആരെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് പറഞ്ഞു, ഞങ്ങളെയൊക്കെ നിർബന്ധിച്ചു കൊണ്ടുപോകാണെന്ന് പറഞ്ഞോ? കൊച്ചു കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് അവരുടെ മതചിന്തകൾക്ക്
വിരുദ്ധമായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് എന്ത് മതചിന്ത സാർ? 7ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളാണ്. 6-7 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ എന്ത് മതചിന്ത? അതാ ചോദിച്ചത്. അവരെ നിങ്ങളുടെ മതചിന്ത കുത്തിവെച്ച് നശിപ്പിക്കാതിരുന്നാ മതി. അവർക്ക് 5, 6, 7, 8 ഒക്കെ വയസ്സുള്ള കുട്ടികൾക്ക് ക്രിസ്മസ് എന്ന് പറയുന്നത് ആഘോഷമാണ്, ഓണം എന്ന് പറയുന്നത് ആഘോഷമാണ്. അവർക്ക് എന്ത് മതചിന്ത? ജീവന്റെ നിങ്ങളെന്നാ പിന്നെ പറഞ്ഞു, ഞാനൊന്നും പറയുന്നില്ല. നിങ്ങൾ എന്നെ ക്ഷണിച്ചിട്ട് നിങ്ങൾ എന്നെ കൊണ്ട് പറയാൻ അനുവദിക്കുകയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇത് പറയുന്നതിനോടുള്ള പ്രതികരണമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോഴാണല്ലോ പറയാൻ അനുവദിക്കണം. അത് പൂർണ്ണമാക്കിയതിനു ശേഷം നിങ്ങൾ പറഞ്ഞോളൂ. അവിടെ ആ കുട്ടികളുടെ രക്ഷകർത്താക്കളുടെ അനുമതിയില്ലാതെ ഈ കുട്ടികളെ നമ്മൾ ആലോചിക്കണം. സർക്കാർ സ്കൂളാണ്. കേരളത്തിൽ ഒരു ദിക്കിലും ഒരു സ്കൂളിലും ഇത് കൊണ്ടുപോയിട്ടില്ല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. സർക്കാർ സ്കൂളിലെ എല്ലാ മതവിഭാഗത്തിലുള്ള അങ്ങനെ ഉണ്ടെങ്കിൽ അവർ ചോദിച്ച ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എന്തുകൊണ്ട് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷം നിങ്ങൾ നടത്തുമോ? നബിദിന റാലി നിങ്ങൾ നടത്തുമോ? പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു ആഘോഷം? അല്ല, അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ സ്കൂളിൽ ഓണത്തിന് എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിലും സുഹൃത്തെ, നിങ്ങൾക്ക് സംശയം പൂക്കള മത്സരമൊക്കെ നിരോധിക്കേണ്ടി വരില്ല ഇങ്ങനെ പോയാ? അല്ലല്ല, നിരോധിച്ചല്ലോ. ഒന്നാം പിണറായി സർക്കാർ പറഞ്ഞു. ഉത്തരവുണ്ട്. വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് തോന്നുന്നില്ല. എന്താണ് ഉത്തരവ്? സെക്രട്ടേറിയറ്റിലും മറ്റുമൊക്കെ ഈ പറഞ്ഞ പ്രവൃത്തി സമയത്ത് ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ട് ഓണാഘോഷം നടത്തരുത് എന്നൊരു സർക്കുലർ വന്നതിനെയാണ് വളച്ചൊടിച്ച് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പൂക്കളം ഇടുന്നത് നിരോധിച്ചു എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ ഈ നാട്ടിലുള്ള ജനങ്ങളോടല്ലേ സംസാരിക്കുന്നത്? ഒരു നിരോധനം ഏർപ്പെടുത്തിയിട്ടില്ല. അത് സർക്കാർ ഓഫീസുകൾക്ക്, അതും ഉയർന്ന സർക്കാർ ഓഫീസുകൾക്ക് ഡ്യൂട്ടി സമയത്ത് ആഘോഷം സംഘടിപ്പിക്കരുത്, ഡ്യൂട്ടി ഒഴിവുള്ള സമയത്ത് ഉച്ചവേളയിലും അതുപോലെ തന്നെ ഒഴിവുള്ള സമയത്തും വേണം ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ എന്നൊരു സർക്കുലർ കൊടുത്തതിനെയാണ് ഒന്നാം പിണറായി സർക്കാർ ഓണം നിരോധിച്ചു എന്നൊക്കെ പറയുന്നത്. ഒരു കാര്യവുമില്ലാത്ത അസംബന്ധങ്ങളാണ് അങ്ങ് എഴുന്നള്ളിക്കുന്നത് എന്ന് പറയേണ്ടി വരുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. ഇവിടെ ഇപ്പോ നിങ്ങൾ ഇത് പറയാനാണ് എന്നെ വിളിച്ചതെങ്കിൽ, നിങ്ങൾ സത്യം അറിയാനാണെങ്കിൽ സത്യം പറയാൻ ഇത്രയും വലിയ അസംബന്ധമൊക്കെ കേട്ടിട്ട് സഹിക്കാൻ പറ്റാതെ പറഞ്ഞു പോയതാണ് സാർ. മനുഷ്യരല്ലേ നമ്മളൊക്കെ, പ്രതികരിച്ചു പോയില്ലേ? അല്ലല്ല, അങ്ങനെയല്ല. ഞാൻ പറയുന്ന മുഴുവൻ കേക്ക്. ഇത് കണ്ടാൽ ഒരാൾ ചോദിക്കാനുള്ള ധാർമ്മികമായ എന്ത് ധാർമ്മികത? ഈ സ്കൂളിൽ പഠിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങള് എന്തെങ്കിലും ആഘോഷം നടത്തുന്നതിൽ ചോദ്യം ചെയ്യാനൊക്കെ പോകുന്ന ആളുകളുടെ മനോനിലയിൽ എനിക്ക് സംശയമുണ്ട്. അതിലെന്താണ് ധാർമ്മികത? മതവെറി എന്നൊക്കെ പറയുന്നതിന്റെ ഏറ്റവും കൂടിയ ഫോർമാറ്റിലുള്ള എന്തോ അസുഖമാണ്. അത് ചികിത്സിക്കേണ്ടി വരും. ചെറിയ കുട്ടികൾ 7ൽ 8ൽ പഠിക്കുന്ന, 5ലും 6ലും ഒക്കെ പഠിക്കുന്ന കുട്ടികള് എന്തെങ്കിലും നല്ല ഡ്രസ് ഇട്ടാൽ, അവർ ചോദിച്ചതും വെള്ളയുമായ ഡ്രസ് ഇട്ടാൽ, സ്റ്റാർ തൂക്കിയാലൊക്കെ എന്തോ ധാർമ്മികതയ്ക്ക് പ്രശ്നം വരുമെങ്കിൽ എന്ത് ധാർമ്മികതയാണ്? ഏത് ധാർമ്മികതയാണ്? ആ ധാർമ്മികതയുടേതാണ് ഇപ്പോ ജയിലിൽ കിടക്കുന്നത്. മതപരിവർത്തനത്തിന് വേണ്ടിയുള്ള ക്രിസ്മസ് മതപരിവർത്തനത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ആ കുരുന്ന് ഹൃദയങ്ങളെ അതിനുവേണ്ടി നിങ്ങൾ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അതിന് ചില കൊടപിടിക്കുന്നു. അതാണ് സംഭവം. അതായത് അങ്ങനെയുണ്ടെങ്കിൽ എന്തുകൊണ്ട് സ്കൂളിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നത് മതപരിവർത്തനത്തിനാണ് എന്നാണ് VHPയുടെ വാദം. എന്തിന്? ക്രിസ്ത്യൻ കുട്ടികൾ ആഘോഷിക്കട്ടെ. ഇതൊരു സെക്യുലർ സൊസൈറ്റി അല്ലേ സാർ? അങ്ങനെയാണ് ഓണം ഹിന്ദു കുട്ടികൾ മാത്രം ആഘോഷിച്ചാൽ പോരെ? ഈദ് ഉൽ ഫിത്തർ മുസ്ലിം കുട്ടികൾ മാത്രം ആഘോഷിച്ചാൽ പോരെ? ക്രിസ്മസ് ക്രിസ്ത്യൻ കുട്ടികൾ മാത്രം ആഘോഷിച്ചാൽ മതി. ഇത് ഒരു പ്രശ്നം എന്താ അറിയോ സാറേ? ഇതൊരു സെക്യുലർ സമൂഹമാണ്, ഇതൊരു മതനിരപേക്ഷ സമൂഹമാണ്. ഇവിടെ എല്ലാ മനുഷ്യരും ക്രിസ്മസും ആഘോഷിക്കും, ഓണവും ആഘോഷിക്കും, വിഷുവും ആഘോഷിക്കും, പെരുന്നാളും ആഘോഷിക്കും, സകലവും ആഘോഷിക്കും. അതിന് വല്ലാതെ ബുദ്ധിമുട്ട് നടക്കുന്ന ആളുകളൊക്കെ ആ ബുദ്ധിമുട്ടിനുള്ള ചികിത്സ വാങ്ങിച്ചാൽ മതി. അത്രേ ഉള്ളൂ. ക്രിസ്തുമസും നബിദിനവും ആഘോഷിക്കുന്ന സർവധർമ്മ സമഭാവനയോട് വിശ്വ ഹിന്ദു പരിഷത്തിന് യോജിപ്പാണുള്ളത്. ഒരു യോജിപ്പുള്ളതായിട്ട് സംസാരം കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നില്ല. അല്ലല്ല, അത് നിങ്ങളുടെ മനോഭാവം. അതിവിടെ അടിച്ചേൽപ്പിക്കാൻ നിങ്ങൾ ദയവായി ശ്രമിക്കരുത്. അടിച്ചേൽപ്പിക്കുന്നതൊന്നുമല്ല. കേരളം എന്ന് പറയുന്നത് ഒരു സെക്യുലർ സമൂഹമാണ്. ഇവിടെ എല്ലാ മനുഷ്യരും എല്ലാ ആഘോഷങ്ങളിലും ഭാഗഭാക്കാകാറുണ്ട്. കുഞ്ഞുങ്ങളും അതൊക്കെ കണ്ടാണ് വളരേണ്ടത്, അതാണ് പഠിക്കേണ്ടത്. അല്ലാതെ ഈ ചെറിയ മക്കൾ ഉള്ളിൽ മതവൈരാഗ്യം വെച്ചിട്ടല്ല വളരേണ്ടത്. അതുകൊണ്ടാണ് സ്കൂളുകളിൽ എല്ലാ ആഘോഷങ്ങളും സംഘടിപ്പിക്കുന്നത്. സർവ മത സമഭാവനയോടെ എല്ലാ ആഘോഷങ്ങളിലും പങ്കെടുത്ത് ഇൻക്ലൂസീവായിട്ടാണ് ഈ കുഞ്ഞുങ്ങളൊക്കെ വളർന്നു വരേണ്ടത്. അല്ലാതെ ഈ ചെറുപ്പത്തിലെ മതനിന്ദയും മതവിരോധവും മതവിദ്വേഷവും ഒക്കെ ഇഞ്ചക്ട് ചെയ്ത് നാളെ വാളുവെടുത്ത് വെട്ടാൻ പോകേണ്ടവരായിട്ടല്ല ഒരു സമൂഹത്തെ നിർമ്മിക്കേണ്ടത്. അങ്ങനെയുള്ള ക്രിമിനൽ ആൾക്കൂട്ടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ സ്കൂളിലും ഓരോ പൊതുവിദ്യാലയത്തിലും
ഇത്തരത്തിലുള്ള ആഘോഷങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നതും സംഘടിപ്പിക്കേണ്ടതും അതിലൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ആ ബുദ്ധിമുട്ടൊക്കെ വകവെച്ച് തരാൻ ഇപ്പോ കേരളം പോലൊരു സംസ്ഥാനം തയ്യാറാവോ? ഞാൻ അതിൽ സാധ്യത കാണുന്നില്ല. അവിടെ ആ ഗണപതി ഹോമം എന്തിനാണോ തൊഴിച്ചെറിഞ്ഞത്? അത് എയ്ഡഡ് സ്കൂളാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു CPIM-ന്റെ താലൂക്ക് ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പ്രകടനമായിട്ട് വന്ന് ആ പൂജാതി സാമഗ്രികൾ തൊഴിച്ചെറിഞ്ഞ് ആ പാവപ്പെട്ട മാനേജരെ ജയിലിൽ അടച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? അവിടെ നിങ്ങൾക്ക് ഈ മതസൗഹാർദ്ദവും അതേപോലെ തന്നെ സർവധർമ്മ സമഭാവനയും ഒന്നും കാണിച്ചിരുന്നില്ലല്ലോ. എവിടെയാണ് ഈ ഗണപതി ഹോമം ചവിട്ടി എറിഞ്ഞത്? കൊണ്ടെടുത്താൽ അത് തെറ്റ്, ഗണപതി ഹോമം നടത്തിയാൽ അത് തെറ്റ്, ഗണപതി മിത്ത്. പക്ഷെ ഹിന്ദു കുട്ടികളെ കൊണ്ട് ഇങ്ങനെ അന്യമത ചിഹ്നങ്ങൾ അണിയിച്ചുകൊണ്ട് ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് മതസൗഹാർദ്ദം. അപ്പൊ ക്രിസ്മസ് ആഘോഷിക്കുന്നത് മതപരിവർത്തനത്തിന് വേണ്ടിയാണ്. സ്കൂളുകളിൽ ക്രിസ്മസ് ആഘോഷിക്കുന്നത് മതപരിവർത്തനത്തിന് വേണ്ടിയാണെന്നാണ് വിശ്വ ഹിന്ദു പരിഷത്ത് കാണുന്നത്. ആ തെറ്റ് ജയന്തി മാഡം HM സമ്മതിച്ച് മാപ്പ് പറഞ്ഞ് ഇനിമേൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞത് ഞങ്ങളുടെ അതിന്റെ വോയിസ് ക്ലിപ്പ് ഉണ്ട്. അല്ല, അത് ഇതുപോലെ 4 ഘടാഘടിയന്മാർ വന്ന് ഭീഷണിപ്പെടുത്തിയാൽ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാൾ എന്ത് പറയാനാണ്? അവർ പേടിച്ചു പോയി. വേണമെങ്കിൽ ആ ഓഡിയോ ഒന്ന് കേൾപ്പിക്കാം. അവർക്ക് ആ സമയം പോലീസിനെ വിളിക്കാമായിരുന്നല്ലോ. അവര് പേടിച്ചു പോയില്ലേ സാർ? VHPയുടെ ജില്ലാ നേതാക്കൾ അങ്ങ് ചെന്ന് ഇമാതിരി ഷോ കാണിച്ചാൽ ആ കുഞ്ഞുങ്ങളൊക്കെ അവിടെ നിൽക്കുന്നത് കാണണം പേടിച്ചരണ്ട്. ഒരു ദിവസം സന്തോഷിച്ച് പരീക്ഷയൊക്കെ കഴിഞ്ഞ് സന്തോഷത്തോടുകൂടി കുഞ്ഞുങ്ങൾ ആഘോഷിക്കാൻ വേണ്ടി നിന്ന കുട്ടികള് ഈ ഷോയൊക്കെ കഴിഞ്ഞ് പേടിച്ചരണ്ട് നിൽക്കുന്നത് ആ ദൃശ്യങ്ങളിൽ കാണാം. അങ്ങ് ടിവിയുടെ പരിസരത്തിൽ ഉണ്ടെങ്കിൽ ആ കുട്ടികളുടെ അവസ്ഥ ഒന്ന് കണ്ടോളൂ. FIR-നകത്ത് അവര് മൊഴി കൊടുത്തേനും, പ്രഥമ വിവര റിപ്പോർട്ടിൽ അവര് മൊഴി കൊടുത്തേനും. സുഹൃത്തെ, താങ്കൾ ആ FIR-ന്റെ കോപ്പി ഒന്ന് വായിച്ചു നോക്ക്. FIR വെച്ചല്ലോ കേസ് അന്വേഷിക്കുമ്പോഴല്ലേ ബാക്കി കാര്യങ്ങൾ ഇട്ടുതരാം, അതൊന്ന് നോക്ക്. അപ്പൊ അവര് പോലും പറയാത്തതാണ് മാതൃഭൂമി ചാനലിന് ആവശ്യമായിട്ടുള്ളത്. അല്ല, അത് കാണാലോ, ആ ദൃശ്യങ്ങളിൽ കാണാലോ. ആ ദൃശ്യം മാത്രമായിട്ടൊന്ന് കാണിക്കൂ. അദ്ദേഹം കണ്ടില്ലെങ്കിൽ കാണട്ടെ. ആ കുഞ്ഞുങ്ങളൊക്കെ പേടിച്ചരണ്ട് നിൽക്കുന്നത്, ഈ 4 പേര് അവിടെ വന്നിട്ട് ക്രിസ്മസ് ആഘോഷിക്കുന്നതിനെതിരെ ഇത്രയും വലിയ ഷോയൊക്കെ കാണിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് എന്നാ പിന്നെ ഒരു ദിവസം നന്നായിട്ട് ആഘോഷിക്കാൻ നല്ല ഉടുപ്പൊക്കെ ഇട്ട് വന്നതാണ്. അപ്പോഴാണ് ഇത്. അതിനകത്ത് കുട്ടികളെ കാണാം. ഇതുപോലെയൊക്കെ ഭീഷണിപ്പെടുത്തിയാൽ പിന്നെ ഏത് ടീച്ചറാണ് അയ്യോ ഇനി ചെയ്യില്ലേ എന്ന് പറഞ്ഞു പോവാത്തത്? ആ അവസ്ഥയാണ് കേരളത്തിൽ. അദ്ദേഹത്തിന് ഫോൺ കട്ട് ചെയ്തു തോന്നുന്നു. ഓക്കെ, ഫൈൻ. ശ്രീ ജിജി ജോസഫ്, ഇതാ നിങ്ങളുടെ പരിവാർ സംഘടനയുടെ നേതാവ് പറഞ്ഞതിൽ എനിക്ക് ആശയക്കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ താങ്കൾ ഏതോ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഏതോ അറിയാത്ത ആളുകൾ എന്ന് പറയില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ കൃത്യമാണ്. ക്രിസ്മസ് ആഘോഷിക്കുന്നത് മതപരിവർത്തനത്തിന് വേണ്ടിയിട്ടാണ് എന്ന നിലപാടിൽ ഒരു ഐഡിയോളജിക്കൽ പൊസിഷനിൽ നിന്നിട്ടാണ് ക്രിസ്മസ് തടസ്സപ്പെടുത്തിയത്. അല്ലാതെ വഴിയെ പോയവനൊന്നും വെറുതെ അവിടെ കയറി വന്ന് എന്തെങ്കിലും ചെയ്തതല്ല. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സ്ഥാപക ലക്ഷ്യങ്ങളിൽ ഒന്ന് തന്നെ ഈ ക്രിസ്ത്യൻ ഇസ്ലാം കമ്മ്യൂണിസ്റ്റ് തിന്മകളിൽ നിന്ന് ഹിന്ദുക്കളെ രക്ഷിക്കുക എന്നുള്ളതാണ്. അത് ഇവിടുത്തെ നേതൃത്വം പ്രാവർത്തികമാക്കുന്നതാണ്. അതിൽ വേറെ കൺഫ്യൂഷന്റെ ഒന്നും അടിസ്ഥാനമില്ല. അല്ല, എനിക്കതിൻ്റെ അകത്ത് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രതിനിധിയായിട്ട് വന്ന അദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളത്, മാതാപിതാക്കൾക്ക് പരാതി ഉണ്ടെങ്കിൽ മാതാപിതാക്കൾ പരാതി കൊടുക്കട്ടെ. ആ പരാതി മറ്റൊരു സംഘടന നേരിട്ട് ഏറ്റെടുക്കേണ്ടതും അതിനെ അവിടെ ചോദ്യം ചെയ്യേണ്ടതുമായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ടോ എന്ന് പരിശോധിക്കണം. ഇത്തരത്തിലുള്ള നടപടികളെ ഞങ്ങൾ അങ്ങേയറ്റം വിമർശിക്കുകയാണ്. ഇത് നടക്കാൻ പാടില്ലാത്തതാണ്. നടക്കുന്നതിനോട് ഞങ്ങൾക്ക് യാതൊരു യോജിപ്പുമില്ല. ശരി, ശ്രീ ജേക്സി തോമസ്, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അഭിലാഷേ, ഒരു ചോദ്യം. VHP എന്ന് പറയുന്ന വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന സംഘടനയുമായി BJPക്ക് ബന്ധമുണ്ടോ ഇല്ലയോ? പറഞ്ഞോളൂ ശ്രീ ജിജി. ഈ BJPക്ക് തന്നെ BJPയും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സംഘപരിവാറിൽ 40ഓളം വരുന്ന പരിവാർ സംഘടനകളുണ്ട്. ആ പരിവാർ സംഘടനകൾ കണ്ണുകാണില്ലാത്തവർ ദൃഷ്ടിഹീൻ കല്യാൺ സംഘ എന്ന ആദ്യമുണ്ടായിരുന്ന ആ സംഘടന സക്ഷമമായതുപോലെ സീമാ ജാഗർ മഞ്ച് എന്ന് തുടങ്ങിയ 40-ലധികം സംഘടനകൾ RSSുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിലൊരു സംഘടനയാണ് VHP എന്ന് പറയുന്ന സംഘടന. ആ സംഘടന VHP എന്ന് പറയുന്ന സംഘടന BJPയുമായി ഡയറക്റ്റ് യാതൊരു ബന്ധവുമില്ല.
ശരി, അതൊരു സംഘപരിവാർ സംഘടനയാണ് എന്ന് സമ്മതിക്കാതിരിക്കാൻ തരവില്ല. സംഘടനയാണെന്ന് അങ്ങ് സമ്മതിച്ചല്ലോ, അത് സത്യസന്ധമാണ്. ശ്രീ ജേക്സി തോമസ്, ഇവിടെ ഇപ്പോ കേരളം എന്ന് പറഞ്ഞ സെക്യുലർ സൊസൈറ്റി നമ്മളിപ്പോ ഓരോ വർഷം കഴിഞ്ഞു എനിക്ക് പറയാനുണ്ട്. വരാം താങ്കളിലേക്ക് വരാം. അപ്പോൾ നമ്മളിപ്പോൾ ഏത് ആഘോഷവും എടുക്കട്ടെ, ഇപ്പോൾ പുതുവത്സരമാവട്ടെ, മതരഹിതമായ ആഘോഷങ്ങളാവട്ടെ, മതപരമായി പള്ളികളിലും അല്ലെങ്കിൽ അമ്പലങ്ങളിലും മോസ്കുകളിലും ഒക്കെ ആഘോഷിക്കുന്നവ നമ്മൾ സെക്യുലറായി പൊതുവിടങ്ങളിലും ആഘോഷിക്കാറുണ്ട്. അതുകൊണ്ടാണല്ലോ എല്ലാ കോളേജിലും ഓണത്തിന് വടംവലി നടക്കുക അല്ലെങ്കിൽ ഉറിയടി നടക്കുക. അതൊന്നും മതപരമായ ഡിസൈനിൽ ഉണ്ടാക്കപ്പെടുന്നതല്ല. അത് ഏതെങ്കിലും ഇപ്പോൾ പൂക്കളം ഇട്ടതുകൊണ്ട് ആരെങ്കിലും ഹിന്ദു മതത്തിലേക്ക് മതം മാറുമെന്ന് ആരും കരുതുന്നില്ല, അല്ലെങ്കിൽ സദ്യ കഴിച്ചാൽ കേക്ക് കഴിച്ചാൽ ആരും കരുതുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു വളരെ ശക്തമായ നിലയിൽ പ്രത്യേകിച്ച് പുതുതലമുറ അങ്ങനെ ഒരു നില സ്വീകരിക്കുമ്പോൾ ചില ആളുകൾക്കെങ്കിലും അതിൽ അസഹിഷ്ണുത ഉണ്ടാവുന്നുണ്ട്. ആ അസഹിഷ്ണുത അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. ആ അസഹിഷ്ണുതയെ കൃത്യമായി നിയമപരമായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് വ്യാപിക്കുമെന്ന തിരിച്ചറിവ് സർക്കാരിനുണ്ടോ? തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് കേരളത്തിൽ ഇത്തരത്തിൽ മുന്നനുഭവങ്ങൾ ഉണ്ടായ സമയത്ത് ഇപ്പോൾ തിരുവനന്തപുരം MG കോളേജിൽ CI മോഹനചന്ദ്രൻ നായരെയും MG കോളേജിലെ പ്രിൻസിപ്പളിനെയും ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച കേസിൽ RSSന്റെ പ്രവർത്തകരെ പിടികൂടി RSS പ്രവർത്തകരെ മാനുഷിക പരിഗണന കൊടുത്ത് അന്ന് കേരളം ഭരിച്ചിരുന്ന മുഖ്യമന്ത്രിയും കോൺഗ്രസ് സംഘവും വെറുതെ വിട്ടിരുന്നു. ആ സമീപനം ഇടതുപക്ഷം സ്വീകരിക്കില്ല. അഖില ലോക വർഗീയവാദിയായിട്ടുള്ള VHPയുടെ നേതാവ് കോഴിക്കോട് കടപ്പുറത്ത് വന്ന് പച്ച വർഗീയത പ്രസംഗിച്ചില്ലേ? ആ കേസ് മാനുഷിക പരിഗണന പ്രത്യേകം കൊടുത്ത് RSS പ്രചാരക സംഘത്തെ കോൺഗ്രസ് ഗവൺമെന്റ് കേസെടുക്കാതെ വെറുതെ വിട്ടു, കേസ് പിൻവലിച്ച് വെറുതെ വിട്ടു. ആ സമീപനം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നുണ്ടാകില്ല. അതുകൊണ്ടാണ് ഈ പരിശ്രമം നടത്തിയ VHPയുടെയും ബജ്രംഗ് ദളിന്റെയും ആ ജില്ലയിലെ ജില്ലാ നേതാക്കന്മാർ, ഭാവി സംഘപരിവാരത്തിന്റെ അഭിമാനപുത്രന്മാർ ഇപ്പോൾ ചപ്പാത്തി കഴിച്ച് ജയിലിൽ കിടക്കുന്നത്. അതുകൊണ്ടാണ്. പക്ഷേ ഇതിനോട് ചേർത്ത് 2-3 വാചകങ്ങൾ ഈ ചർച്ചയിൽ നിർബന്ധമായും ഓർമ്മിപ്പിക്കേണ്ടതായിട്ടുണ്ട്. സാങ്കേതികമായിട്ടെങ്കിലും കേരളം ഉയർത്തുന്ന മതനിരപേക്ഷപൂർണമായ സമ്മർദ്ദത്തിന് മുമ്പിൽ ഈ സംഘത്തെ ഈ ചർച്ചയിലെങ്കിലും തള്ളിപ്പറയാൻ BJP നേതാവ് തയ്യാറായി. അത് സ്വാഗതാർഹമാണ്, തർക്കമേതുമില്ല. പക്ഷെയോ BJP നേതാവിനേക്കാൾ കൂടുതൽ വർഗീയമായ മനസ്സോടുകൂടെ ഈ ചർച്ചയിൽ വന്നിരിക്കുന്നത് ആരാണ്? അണ്ണാക്ക് പരിശോധകനായിട്ടുള്ള RSSന്റെ കാല് കഴുകിയ വെള്ളമേ കുടിക്കൂ എന്ന് താല്പര്യമുള്ള ചില ആളുകൾ ഈ ചർച്ചയിൽ വന്നിരിക്കില്ലേ? അവർ പറയുകയാണ്, നിങ്ങൾ എന്തുകൊണ്ട് മുനമ്പത്തെക്കുറിച്ച് പറയുന്നില്ല? ഞങ്ങൾ മുനമ്പത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങളുടെ നാവ് ഒട്ടിപ്പോയോ? മുനമ്പത്തെ ചൂണ്ടിക്കാട്ടി ചവിട്ടി നിൽക്കുന്ന ഒരു പിടി മണ്ണിൽ നിന്ന് ഒരു മനുഷ്യനെയും ഇറക്കി വിടില്ല. അവരോടൊപ്പമാണ് കേരളത്തിലെ ഗവൺമെന്റും അതിനെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്നത്. പക്ഷേ അത് പറഞ്ഞതിന് ശേഷം നേരെ എങ്ങോട്ടേക്കാണ്? നേരെ ഹിന്ദു ഐക്യവേദിയുടെ വേദിയിലേക്ക്, നേരെ RSSന്റെ വേദിയിലേക്ക്. ഒരു അങ്ങ് മിണ്ടാതിരിക്ക്. ഇത് അങ്ങയുടെ വീടല്ല, മാതൃഭൂമിയുടെ ഫ്ലോറാണ്. അല്പം മര്യാദയോട് കൂടെ സംസാരിക്കേണ്ട ഇടമാണ്. അങ്ങ് വീട്ടിൽ കാണിക്കുന്ന സ്വഭാവം എടുത്ത മാതൃഭൂമിയുടെ ഫ്ലോറിൽ അതെ, അങ്ങയുടെ അവസരത്തിൽ കാശിക്ക് പോയതാണോ? അങ്ങ് പറഞ്ഞതിനെ കണ്ടിക്കാൻ ഞങ്ങൾക്ക് അവസരം കിട്ടും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അങ്ങ് വീട്ടിൽ കാണിക്കുന്ന അങ്ങയുടെ തനി സ്വഭാവം മാതൃഭൂമിയുടെ ഫ്ലോറിൽ വന്ന് കാണിക്കരുത്. അത് കേട്ടോണ്ടിരിക്കാൻ വേറെ ആളെ നോക്കണം, അല്ലെ കാസയുടെ നേതാക്കന്മാരെ വിളിച്ചുകൊണ്ട് ഇരുത്തണം. അവന്മാർ മിണ്ടായിരുന്നു കേൾക്കുമായിരിക്കും. എന്നിട്ട് എന്താ പറയുന്നത്? ആ വിഷയത്തിന്റെ മറവിൽ RSSനെ അങ്ങ് സഹായിക്കാം, സംഘപരിവാർ വർഗീയതയെ. അതായത് ഇപ്പൊ മണിക്കൂറുകൾക്ക് പുറകിൽ പുൽക്കൂട് തകർക്കുകയും കുഞ്ഞുങ്ങളെയും അധ്യാപകരെയും ഭീഷണിപ്പെടുത്തി ക്രിസ്മസ് ആഘോഷത്തെ റദ്ദ് ചെയ്യാൻ ശ്രമിച്ച സംഘപരിവാർ രാഷ്ട്രീയത്തെ അവരുടെ കാല് കഴുകിയ വെള്ളം കുടിക്കാൻ ഞങ്ങളുണ്ട് എന്ന് അപൂർവം ചില ഇനങ്ങൾ, കാസ പീസ പോലെ അപൂർവം ചില ഇനങ്ങൾ അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഏത് കംഫർട്ട് സോണിൽ ഇരുന്നുകൊണ്ടാണ് നിങ്ങളൊക്കെ ഈ പ്രഖ്യാപനം നടത്തുന്നത്? നിങ്ങൾക്കറിയുമോ? ഫാദർ സ്റ്റാൻസാമി ജസ്യൂട്ട് സമുദായ അംഗമായിരുന്നില്ലേ? 85 വയസ്സുള്ള പുരോഹിതൻ എങ്ങനെയാ മരിച്ചത്? അല്ല, RSS കൊന്നുകളഞ്ഞു. പാർക്കിൻസൺസ് രോഗബാധിതനായ വൈദികന് വെള്ളം കുടിക്കാൻ ഒരു സ്ട്രോ പോലും കൊടുക്കാതെ ജയിലിലിട്ട് RSS കൊന്നുകളഞ്ഞപ്പോ എവിടെ പോയി കാസ പീസ സംഘങ്ങള്? എവിടെ പോയി RSSന്റെ ആരാധക സംഘത്തിൽപ്പെട്ട ഈ ഇടയന്മാര്? ഒരൊറ്റയൊരുത്തനെയും കണ്ടിട്ടില്ലല്ലോ. ഗ്രഹാം സ്റ്റൈൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ഫിലിപ്പിനെയും തിമോത്തിയെയും കുറിച്ച് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഒരു ഫാദർ സ്റ്റാൻസാമി മുനമ്പത്തും കൊച്ചിയിലും എറണാകുളത്തും കേരളത്തിലും ഉണ്ടാകാത്തത്? നേതാവ് ഒന്ന് പറഞ്ഞേ. എന്തുകൊണ്ടാണ് ഒരു ഫിലിപ്പ്, എന്തുകൊണ്ടൊരു തിമോത്തി, എന്തുകൊണ്ടൊരു ഗ്രഹാം സ്റ്റൈൻസ് കൊച്ചിയിലും കേരളത്തിലും എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല? കാസ പീസ സംഘം അതിന്റെ നേതാവെന്ന് പറഞ്ഞാട്ടെ. എന്തുകൊണ്ടാണ് കോഴിക്കോട് ഇളവണ്ണയിൽ
സിസ്റ്റർ കുസുമത്തിന്റെ തലയടിച്ച് തകർത്തില്ലേ? എന്തുകൊണ്ട് അത്തരം അനുഭവങ്ങൾ കേരളത്തിൽ ആവർത്തിക്കപ്പെടുന്നില്ല? നമ്മൾ കണ്ടില്ലേ, ഗ്രഹാം സയൻസിനെ കൊന്നുകളഞ്ഞിട്ട് ഇതേ സംഘം മാരാമൺ കൺവെൻഷൻ നടത്തില്ല എന്ന് പറഞ്ഞ് കൊടികുത്തിയില്ലേ? ഇതേ HIV-യുടെ VHP-യുടെ സംഘപരിവാരത്തിന്റെ നേതാക്കന്മാർ കടന്നു വന്നോ? ഒറ്റയൊരുത്തൻ മാരാമൺ കൺവെൻഷൻ നടക്കുന്ന പമ്പയുടെ മണൽ പരപ്പിൽ ആരുണ്ടായിരുന്നു? പരസ്പരം കൈകൾ കോർത്ത് ചേർത്ത് പിടിച്ച് ഒരു സംഘപരിവാർ തീവ്രവാദികളെയും മാരാമൺ കൺവെൻഷൻ നടത്തുന്നത് തടസ്സപ്പെടുത്താൻ അനുവദിക്കില്ല എന്ന് അന്ന് പ്രഖ്യാപിച്ചത് കേരളത്തിലെ ഇടതുപക്ഷമാണ്, DYFI ആണ്. ഒരൊറ്റയൊരുത്തം വന്നില്ല, ഒരു കാസാക്കാരനും ഉണ്ടായിരുന്നില്ല. ഒരു കാസാക്കാരനും RSSന് ജയ് വിളിക്കുന്ന ഒറ്റയൊരാളും അന്ന് കേരളത്തിൽ കണ്ടില്ല. എത്ര അനുഭവങ്ങളുണ്ട്? പത്തനംതിട്ട പന്തളത്ത് പറന്തലിൽ ആ ക്രിസ്ത്യൻ ആരാധക സംഘത്തിന്റെ സ്ഥലത്ത് വന്ന ഈ RSS നേതാക്കന്മാർ കൊടികാട്ടിയില്ലേ? എവിടെ പോയി? പ്രസംഗമൊന്നും ഇവിടെ കൈവച്ചാ മതി. അത് നിങ്ങളെ വീട്ടിൽ നിങ്ങൾ കയ്യിൽ വെച്ചാൽ മതി. മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ കയ്യിൽ മാതൃഭൂമി എടുക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, അങ്ങയുടെ അവസരത്തിൽ അങ്ങ് പറയാനുള്ള 600 കുടുംബം റോഡിലായപ്പോ കൊട്ടിയോന്നാണ്. ശരി, ഞാൻ അതിലേക്ക് വരാം. കെന്നഡിക്ക് അവസരം തരാം. നാട് മുഴുവൻ മൗലവിമാരും തങ്ങളുമാരും പറയുന്നു അത് വഖഫ് ഭൂമിയാണ്. നിങ്ങൾ എതിർക്കുന്നില്ല, നിങ്ങൾ അതിന് സിദ്ധാന്തം. ശരി, ഞാൻ ശ്രീ കെന്നഡി കരിമ്പുകാലയിലേക്കും ശ്രീ ജേക്സി തോമസിലേക്കും വരാം. രണ്ടുപേരുടെ അവസരം ഇപ്പോഴില്ല. അല്ലല്ല, ഇനി വിഷയമൊന്നും മാറ്റണ്ട. ആരുടെ അണ്ണാക്കിലാ നാക്കൊട്ടിപ്പോയത്? കെന്നഡി, ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ ജയ്ക്ക് രണ്ടുപേരിലേക്ക് വരാം. നടത്തുന്ന സംഘം. ശരി, രണ്ടുപേരുടെ അവസരം കഴിഞ്ഞ രണ്ടുപേരിലേക്ക് വരാം. ശ്രീ ജോസുകുട്ടി ഒഴുകയിൽ, ഇപ്പോ എന്തുകൊണ്ട് ക്രിസ്മസ് ആഘോഷം തടഞ്ഞു എന്നുള്ളത് VHP വിശദീകരിച്ചത് താങ്കൾ കേട്ട് കാണും, പ്രതികരിക്കാം. അതെ, ഞാൻ VHP പറഞ്ഞത് ഞാൻ വളരെ വ്യക്തമായിട്ട് കേട്ടു. ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ടുണ്ട്. അതിലൊന്ന്, VHP നേതാവ് പറഞ്ഞതുപോലെ ഈ ക്രിസ്ത്യൻ കുട്ടികൾ മാത്രം ആഘോഷിക്കട്ടെ എന്ന് പറയുന്നതിൻ്റെ അകത്ത് വലിയൊരു വർഗീയതയാണുള്ളത്. കാരണം ഒരു സ്കൂളിലുള്ള ഒരു സംഘം വിദ്യാർത്ഥികളെ ക്രിസ്ത്യാനിയും ഹിന്ദുവും ഒക്കെ ആയിട്ട് മറ്റ് മതസ്ഥരായിട്ട് ഇങ്ങനെ വേർതിരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് അത് ക്രിസ്ത്യൻ കുട്ടികൾ ആഘോഷിച്ചോട്ടെ, ഇത് ഹിന്ദു കുട്ടികൾ ആഘോഷിച്ചോട്ടെ എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക മതത്തിൻ്റേത് മാത്രമായിട്ടല്ല ലോകത്ത് ഒരു സ്ഥലത്തും ആഘോഷിക്കുന്നത്. ലോകത്തെമ്പാടും വന്ന് സർവ്വ മനുഷ്യരും ഒന്നിച്ച് ആഘോഷിക്കുന്ന ഒരു സംഗതിയാണ്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സംഗതി, ഈ സാന്തോക്ലോസ് എന്ന് പറയുന്ന, അതായത് ഇതിനോടനുബന്ധിച്ച് കുട്ടികൾ ഉപയോഗിക്കുന്ന ആ തൊപ്പിയൊന്നും ഒരു മതചിഹ്നമല്ല. സാന്തോക്ലോസ് പോലും ഒരു മതത്തിൻ്റെ ആളല്ല. ഈ ക്രിസ്മസ് കാലത്ത് കുട്ടികൾക്ക് സമ്മാനവുമായി വരുന്ന ഒരു വലിയ അപ്പൂപ്പൻ എന്നൊരു കൺസെപ്റ്റേ ഉള്ളൂ സാന്താക്ലോസിനെ സംബന്ധിച്ചിടത്തോളം. അല്ലാതെ അദ്ദേഹം ഒരു പുണ്യവാളനോ അല്ലെങ്കിൽ മതത്തിൻ്റെ ഒരാളോ അല്ലെങ്കിൽ ഏതെങ്കിലും പള്ളികളിൽ വണങ്ങുന്ന ഒരാളോ ഒന്നും അല്ല സാന്താക്ലോസ് എന്ന് പറയുന്നത്. പിന്നെ പുൽക്കൂടിനോടുള്ള അക്രമത്തെ സംബന്ധിച്ച് പറയുന്നത്, പുൽക്കൂടിനോട് പോലും ക്ഷമ കാണിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ചെറിയ വിഭാഗം ആളുകളെങ്കിലും ഇങ്ങനെ മാറുന്നുണ്ടെങ്കിൽ അത് ഒരു കാരണവശാലും കേരളീയ പൊതുസമൂഹത്തിന് നല്ലതല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇതിനെ ഒരു ക്രിമിനൽ ആക്ഷനായിട്ട് തന്നെ കണ്ടുകൊണ്ട് അത് എടുക്കണം. മറിച്ച് ഇതിന് പിന്നിൽ ഏതെങ്കിലുമൊക്കെ മതമാറ്റത്തിന് വേണ്ടിയിട്ടുള്ള സംഗതിയാണ് എന്നൊക്കെയുള്ള താത്വിക തലത്തിലേക്കൊക്കെ ഇതിനെ വളർത്താൻ നോക്കിക്കഴിഞ്ഞാൽ അത് കേരളത്തിൻ്റെ മുന്നോട്ടുള്ള പൊതുബോധത്തെ ബാധിക്കും, കേരളത്തിൻ്റെ മുന്നോട്ടുള്ള വളർച്ചയെ വളരെ ഗുരുതരമായി ബാധിക്കും. അത് കാരണം ഒരു ചെറിയ മാറ്റം പോലും, ഒരു ചെറിയ ഈ തരത്തിലുള്ള ഉണ്ടാക്കുന്ന വിഷവിത്തുകൾ അത് അവിടെയും ഇവിടെയൊക്കെ മുളച്ച് പിന്നെയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ഇത് മുളയിലെ തന്നെ നുള്ളിക്കളയേണ്ടതാണ്. ഇത്തരം ഒരു സംഭവം ഇനി കേരളത്തിൽ ഉണ്ടാവുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ നിരപേക്ഷ സമൂഹത്തിന്റെ ഒരു ഉത്തരവാദിത്വം ബാധ്യമാണ്. അതിനകത്ത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം ആ കാര്യത്തിലുണ്ട്. തീർച്ചയായും ഇവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് നിയതമായ രീതിയിൽ വിചാരണ ചെയ്ത് നമ്മുടെ മതനിരപേക്ഷ ആ ഒരു അടിത്തറയെ കൂടുതൽ ഉയർത്തിപ്പിടിക്കണം. ഇതാണ് കത്തോലിക്ക കോൺഗ്രസിന് പറയാനുള്ളത്. മാറിപ്പോകാനായിട്ട് പാടില്ല. സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങൾ നിരീക്ഷിക്കും. തീവ്രവാദികളല്ല, പക്ഷേ സൂക്ഷ്മതയോടുകൂടി തന്നെ നമ്മൾ കാര്യങ്ങൾ നിരീക്ഷിക്കും. ഇടപെടേണ്ട അത്യാവശ്യം വന്നാൽ അതിന്റെ തലത്തിൽ ഇടപെടുകയും ചെയ്യും. ശരി, ന്യായമായ അഭിപ്രായം. പക്ഷേ കെന്നഡി കരിമ്പുകാലായിൽ ഒന്നാമത്തെ പ്രശ്നം, VHPയുടെ ഈ എതിർപ്പ് എന്ന് പറയുന്നത് ഐഡിയോളജിക്കലാണ്. VHPയുടെ രൂപീകരണ ഡിക്ലറേഷനിൽ തന്നെ പറയുന്നുണ്ട് എന്താണ് പ്രശ്നമെന്ന്. നേരത്തെ VHP വിശദീകരിച്ചതും അതാണ്. എന്തിനാണ് മറ്റ് മതപരമായ ചിഹ്നങ്ങൾ ഹിന്ദു കുട്ടികളെ അണിയിക്കുന്നത്? ഇതാണ് ഞങ്ങൾ ചോദ്യം ചെയ്തതെന്ന് VHP വിശദീകരിച്ചത് താങ്കൾ കേട്ടല്ലോ. നോക്കൂ, ഇപ്പോൾ ഈ ഓർഗനൈസർ എന്ന് പറയുന്ന പ്രസിദ്ധീകരണം അത് RSSന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായി വളരെ കാലമായി പ്രസിദ്ധീകരിക്കുന്ന ഒരു പ്രസിദ്ധീകരണമാണ്. അത് ക്രിസംഗികളുടെ വീട്ടിൽ ഇട്ട് തുടങ്ങിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ നേതാക്കൾക്കൊക്കെ കോട്ടയുള്ളതാണ്, പക്ഷേ നിങ്ങളെ പരിഗണിക്കുന്നില്ലെന്ന് തോന്നുന്നു. എന്തായാലും ആ പ്രസിദ്ധീകരണത്തിന്റെ ഒരു ലക്കം എൻ്റെ കയ്യിലുണ്ട്, ഞാൻ കാണിക്കാം. ഇതിലിപ്പോൾ താങ്കൾക്ക് കാണാമെന്ന് എനിക്കറിയില്ല. സാന്താക്ലോസിന്റെ പടമാണിത്.
സാന്താക്ലോസിന്റെ പടത്തിന്റെ കൂടെ എഴുതിയിരിക്കുന്നത് ഡിസാസ്റ്ററസ് സെലിബ്രേഷൻസ് എന്നാണ്. അതായത് ഡിസാസ്റ്ററസ് സെലിബ്രേഷൻ എന്നാണ് ക്രിസ്മസിനെ കുറിച്ച് 2 കൊല്ലം മുമ്പ് ഇറങ്ങിയ ഓർഗനൈസർ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇതൊരു പുതിയ നിലപാടൊന്നുമല്ല. ഇത് ഐഡിയോളജിക്കലായ പരിവാർ സംഘടനകളുടെ നിലപാടാണ്. അത് കാണണം. ഡിസാസ്റ്റർ സെലിബ്രേഷൻ എഴുതിയിട്ട് ഞാൻ ഉള്ളിൽ വായിക്കാം എന്തൊക്കെയാണ് ക്രിസ്മസിന്റെ കുഴപ്പം എന്ന് ഓർഗനൈസർ വിശേഷിപ്പിക്കുന്നുണ്ട്. നെയ്തർ സോ മെറി നോർ സോ ഹാപ്പി. ഇതാണ് ഉള്ളിലെ കവർ സ്റ്റോറിയുടെ പ്രധാനപ്പെട്ട സംഗതി. അതിനകത്ത് ക്രിസ്മസിന്റെ കുഴപ്പങ്ങൾ ഓർഗനൈസർ ലിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? മോർ ദാൻ 33 മില്യൺ ട്രീസ് ആർ കട്ട് ഡൗൺ ഫോർ ക്രിസ്മസ് കാർഡ്സ്. ക്രിസ്മസ് കാർഡുകൾക്ക് വേണ്ടി 33 മില്യൺ മരങ്ങൾ ഓരോ വർഷവും മുറിക്കപ്പെടുന്നു. ഇതാണ് ഒരു വലിയ കൺസേൺ. ഓവർ 120 മില്യൺ ട്രീസ് ആർ കട്ട് ഈച്ച് ക്രിസ്മസ് വിച്ച് റിസൾട്ട്സ് ഇൻ കാർബൺ ഫുട് പ്രിന്റ് ബിറ്റ്വീൻ 2-3 ബില്യൺ. ഈ ക്രിസ്മസ് ആഘോഷം കൊണ്ട് കാർബൺ ഫുട് പ്രിന്റ് വർദ്ധിക്കുകയാണ്. പിന്നെ ഇവിടെ ആഗോള താപനം ഉണ്ടാവുകയാണ്. ഓസോൺ പാളിക്ക് തുഴ വീഴും തുടങ്ങിയ വാദങ്ങൾ പോലും ഉണ്ട്. കേൾക്കണം. ഡ്യൂറിംഗ് ക്രിസ്മസ് എവറി ഇയർ പിന്നെ പേപ്പർ ചെലവാക്കുന്നതിനെ കുറിച്ചാണ്. 228 tons miles of wrapping papers are thrown away. The plastic waste generated by the UK during Christmas equals weight of 76,000 giraffes, and it costs $26 million to dispose all of the UK's Christmas waste. The amount of waste produced at Christmas is 30% higher compared to the rest of the year. ഇങ്ങനെ ക്രിസ്മസ് കൊണ്ട്, ഈ ക്രിസ്മസ് എന്ന് പറയുന്ന ഡിസാസ്റ്ററസ് ആയ ഫെസ്റ്റിവൽ കൊണ്ട് ഓസോൺ പാളിക്ക് തുള വീഴുന്നു എന്ന് വരെ സ്ഥാപിച്ചു വെക്കുന്ന ഒരു ഐഡിയോളജിയുടെ പ്രകടനമാണ് പാലക്കാട് കണ്ടത് എന്ന് എന്തുകൊണ്ടാണ് ശ്രീ കെന്നഡിയെ പോലെയുള്ള ആളുകൾക്ക് മനസ്സിലാവാത്തത് എന്നാണ് എനിക്ക് അത്ഭുതം. വേറൊരു ലേഖനമുണ്ട്, സാന്റ എ മാർക്കറ്റ് ക്രിയേഷൻ. ഇപ്പോൾ ഈ സാന്റാക്ലോസിന്റെ വേഷം ഇട്ടതാണല്ലോ വലിയ പ്രശ്നമായത്. ഈ സാന്റ എന്ന് പറയുന്ന മുതലാളിത്തത്തിന്റെ ഒരു പ്രൊഡക്റ്റ് വലിയ തോതിൽ നമ്മളെയൊക്കെ വഴിതെറ്റിക്കുന്നു എന്നാണ് ഓർഗനൈസർ പറയുന്നത്. പിന്നെ അങ്ങ് പോവാണ്. ഈ മാസിക മുഴുവൻ ഇതിനെക്കുറിച്ചാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാത്തത് കൊണ്ടാണോ അതോ ഇപ്പോൾ എന്തെങ്കിലും പ്രത്യേക താല്പര്യം ഉള്ളത് കൊണ്ട് അറിയില്ല എന്ന് നടിക്കുന്നതാണോ? അഭിലാഷ് പറഞ്ഞതിനോട് യാതൊരു വിധത്തിലും വിയോജിക്കേണ്ട ഒരു ആവശ്യമുള്ള വ്യക്തിയല്ല ഞാൻ പറഞ്ഞല്ലോ, ആരെയും വെള്ളപൂശാനോ ആർക്കെങ്കിലും വേണ്ടി ഒരു ന്യായം പറയാനോ വന്നതല്ല. പക്ഷേ സത്യസന്ധമായി സംസാരിക്കാൻ ഈ പാനലിലുള്ളവർ തയ്യാറാവുന്നില്ല. നമ്മൾ ഒരു വിഷയം ഒരു ഇമോഷണൽ ഇന്റർപ്രിട്ടേഷനിലൂടെ ക്രിബ് തകർത്തു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ഇമോഷണൽ കാര്യമാണ് എടുത്ത് മുന്നോട്ട് വെക്കുന്നത്, ക്രിസ്ത്യാനികളുടെ വല്ലാത്തൊരു ഇമോഷൻ. പക്ഷേ അതിനേക്കാളൊക്കെ അതിഗൗരവമായ ഒരു വിഷയമാണ് ഞാൻ വക്കഫിൻ്റെ കാര്യം പറഞ്ഞു. ഒന്ന് പറഞ്ഞോട്ടെ, അതിനൊരു ക്ലാരിറ്റി. വക്കഫ് ബോർഡ് തന്നെ ഞാൻ കൊടുത്ത വിവരാവകാശത്തിന് മറുപടിയായി മുനമ്പത്ത് വക്കഫ് ഭൂമി ഇല്ല എന്ന് പറയുമ്പോൾ ഈ നാട്ടിൽ പല തങ്ങൾമാരും മൗലവിമാരും മുത്തവല്ലിമാരും നാട് നിങ്ങളെ പറയുകയാണ് അത് വക്കഫ് ഭൂമിയാണ്. ഈ 2 പേരുടെ നാക്ക് എവിടെയെങ്കിലും ഉച്ചരിച്ച് കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇപ്പൊ പുലികളാ നല്ല കടുവ വേഷത്തിൽ ഇറങ്ങിയിരിക്കുക VHPയുടെ സൗണ്ട് കേട്ടപ്പം. പക്ഷെ VHP ന്യായീകരിക്കേണ്ട ആവശ്യം നമുക്കില്ല. ഏതായാലും അവരിപ്പോൾ ക്രിസ്മസിന് കത്തിക്കുന്ന എന്താണ് പൂത്തിരിയാണ് ഓസോൺ പാളിക്ക് തുള വീഴുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ വെല്ലുവിളിക്കുന്നു, അറ്റ്ലീസ്റ്റ് ഇന്ത്യയിലെങ്കിലും ദീപാവലിക്ക് പൊട്ടിക്കുന്ന പടക്കത്തിൻ്റെ 10-1 പോലും ക്രിസ്മസിന് പൊട്ടിക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. കാരണം ക്രിസ്മസിന് അങ്ങനെ ഒരു കരിമരുന്ന് പ്രകടനമോ അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് വലിയ ബന്ധമില്ല. പൂരങ്ങളുടെ കാര്യം നമുക്കറിയാം, തൃശ്ശൂർ പൂരം അടക്കം എല്ലാത്തിനും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആരാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അത്തരത്തിലേക്കൊരു ഡിബേറ്റിലേക്ക് നമ്മൾ പോകണ്ട. ഇതിനെ ഞാൻ വീണ്ടും പറയുന്നു, ഒരു ന്യൂനപക്ഷ മോർച്ചയുടെ നേതാവല്ല ഇതിനെ തള്ളി പറയേണ്ടത്. ഇതിനെ തള്ളി പറയേണ്ടത് നേതൃത്വമായിരുന്നു. ക്ലൈമറ്റ് കൺസേൺസ് ഉദ്ദേശിക്കുന്നതല്ല. നമ്മുടെ ഒരു പ്ലൂറൽ ആയിട്ടുള്ള ബഹുസ്വര സമൂഹമാണ്. ഒരു ബഹുസ്വര സമൂഹത്തിൽ ഒരുപാട് ആഘോഷങ്ങളുണ്ട്. അതാണ് നമ്മുടെ സമൂഹത്തിന്റെ പ്രത്യേകത. അത് സെക്യുലർ സൊസൈറ്റി എന്നുള്ള നിലയിൽ എല്ലാ ആഘോഷങ്ങളും നമ്മൾ ആഘോഷിക്കും. അതിനെ എന്തെങ്കിലുമൊക്കെ മുട്ടാപ്പോക്ക് പറഞ്ഞ് ആഘോഷങ്ങളിൽ കരിനിഴൽ വീഴ്ത്താൻ വരുന്നവരോട് എന്ത് സമീപനം സ്വീകരിക്കണം എന്നുള്ളത് മാത്രമാണ് വിഷയം. ഒരു ഇടവേളയുണ്ട്. ഇടവേളയ്ക്ക് ശേഷം അവസാനത്തെ മിനിറ്റുകളിലേക്ക് ചർച്ച അവസാന ഘട്ടത്തിലാണ്. ശ്രീ റിജിൽ മാക്കുറ്റി, ഇപ്പോൾ VHP തന്നെ വിശദീകരിച്ചു. ആർക്കെങ്കിലും ഒരാൾക്ക് പെട്ടെന്നൊരു അബദ്ധം പറ്റിയതോ വിവരമില്ലാത്ത ഏതെങ്കിലും ഒരു വിവരദോഷി കാണിച്ചതോ ഒന്നും അല്ല എന്ന് VHP നേതാവിൻ്റെ വിശദീകരണത്തിൽ നിന്ന് തന്നെ വ്യക്തമാണല്ലോ. അപ്പോൾ നമ്മുടെ സമൂഹത്തിലെ ആഘോഷങ്ങളെപ്പോലും അസഹിഷ്ണുതയോടുകൂടി കാണുന്ന ആളുകളുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണല്ലോ. ഹലോ അഭിലാഷേ, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഞാൻ പറയട്ടെ, ഈ ചാണകക്കുണ്ടെന്ന് ഒരിക്കലും അത്തറിന്റെ മണം വരില്ല.
VHP-കാരൻ അങ്ങനെയല്ലേ പറയാൻ പറ്റൂ. VHP-കാരൻ തന്നെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയാണ്. ആ ഫാക്ടറിക്കകത്ത് നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വെറുപ്പാണ് ആ പാലക്കാട് ചിറ്റൂല സ്കൂളിൽ അവർ നടത്തിയത് എന്ന് സംബന്ധിച്ച് ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. പക്ഷെ അത് നടത്തിയിട്ട് പോലും അത് പറയുമ്പോൾ പോലും ഈ പറയുന്ന കരിമ്പിൻ കാലകമാർക്ക് അതല്ല വിഷയം. പുൽക്കൂട് കത്തിച്ചതോ അല്ലെങ്കിൽ സാന്താക്ലോസിന്റെ പിന്നെ ഇത് ആക്രമിച്ചതോ അല്ലെങ്കിൽ ക്രിസ്മസ് കരോൾ തടഞ്ഞതോ ഒന്നുമല്ല പ്രശ്നമെന്ന് പറഞ്ഞ് അത് വഴിതിരിച്ച് വിടുകയാണ്. അങ്ങനെ വഴിതിരിച്ച് വിടുമ്പോഴാണ് ഇവർക്ക് ആവേശം ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ കേരളം പോലെ പ്രത്യേകിച്ച് ഒരു മതനിരപേക്ഷ സമൂഹത്തിനകത്ത് നമ്മൾ ഓണം ആഘോഷിക്കാറുണ്ട്, നമ്മൾ പെരുന്നാൾ ആഘോഷിക്കാറുണ്ട്, നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട്. ഓണത്തിന് പൂടുമ്പോൾ ഇത് ഹിന്ദു കുട്ടികൾ മാത്രം പൂട്ടാമതി എന്നെവിടെയും പറയാറുണ്ടോ? അല്ലെങ്കിൽ പെരുന്നാളിൽ നമ്മൾ പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇത് ഒരുക്കുമ്പോൾ അതിനകത്ത് നമ്മൾ പിന്നെ എന്തൊക്കെ ചടങ്ങുകൾ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഇന്നേ ആളുകൾക്ക് മാത്രമുള്ള ഇഫ്താർ വിരുന്ന് സംഘടിപ്പിക്കുമ്പോൾ ഇഫ്താർ വിരുന്ന് മുസ്ലിം കുട്ടികൾ മാത്രം പങ്കെടുത്താൽ മതി എന്ന് ഏതെങ്കിലും സ്കൂളിൽ നിന്ന് പറയുന്നുണ്ടോ? അതോടൊപ്പം തന്നെ ക്രിസ്മസിന് കേക്ക് മുറിക്കുമ്പോൾ ഇത് ക്രിസ്ത്യാനികളാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയല്ലല്ലോ. അങ്ങനെ പറയണമെന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ പറയുന്ന മതം പറഞ്ഞ് ഈ നാട് വെറുപ്പ് ഉണ്ടാക്കുന്നവന്റെ ചെപ്പക്കുറ്റിക്ക് നോക്കി കൊടുക്കേണ്ട കാലമാണ് എന്നുള്ളത് നമ്മൾ കാണേണ്ടതായിട്ട്. ഇത്തരത്തിലുള്ള മതവെറിയന്മാരെ ഈ നാടിന്റെ മണ്ണിൽ നിന്ന് ആട്ടിയോടിക്കാൻ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും തയ്യാറാവണം എന്നുള്ളതാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. ഇവിടെ പറഞ്ഞല്ലോ മുനമ്പുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ വയനാട് തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് ഏറ്റവും കൂടുതൽ BJP-യും VHP ഉൾപ്പെടെ സംഘപരിവാർ ഈ പറയുന്ന കാസയുടെ ടീം ഉൾപ്പെടെ കാസ ടീം എന്നൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. BJP-യുടെ നേതൃത്വം ഔദ്യോഗികമായി തീരുമാനം പറഞ്ഞിട്ടുണ്ടല്ലോ. അതാണ് എന്ന് പറയുന്ന ഈ പറയുന്ന RSSന്റെ ഈ പിന്നെ അല്ലെങ്കിൽ സംഘപരിവാരത്തിന്റെ ഉച്ചിഷ്ടം ഭോജിക്കുന്ന ആളുകൾ ഇപ്പൊ ന്യായീകരിച്ച് മുമ്പോട്ട് പോകുന്നുണ്ട്. ഇവരൊക്കെ തന്നെ പറഞ്ഞു ഇവിടെയുള്ള ക്രിസ്ത്യാനികൾ മുഴുവൻ വയനാട്ടിൽ നിന്ന് കുടിയൊഴിക്ക പോകണമെന്ന് പറഞ്ഞു. പക്ഷേ അവിടുത്തെ ജനങ്ങൾ ഇത് കേട്ടിട്ടില്ല. കെട്ടിവെച്ച കാശ് പോലും BJP-ക്ക് ഈ പറയുന്ന ആളുകളുടെ പിന്തുണയുള്ളവർക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് നമ്മുടെ നാടിന്റെ മുമ്പിലുണ്ട്. അതാണ് കേരളത്തിന്റെ മതനിരപേക്ഷ സമൂഹം. അതാണ് പാലക്കാട് തെരഞ്ഞെടുപ്പിനകത്ത് ഇവരുടെ അഖിലേന്ത്യാ നേതാക്കന്മാർ വന്ന് പറഞ്ഞു ഇതാ പാലക്കാട് മൊത്തം വകഭൂമിയാണ്, ഇവിടെയുള്ള പ്രത്യേകിച്ച് കൽപ്പാത്തി ഭൂമിയോടൊക്കെ പിടിച്ചെടുക്കുമെന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചു. എന്തേ BJP കെട്ടിവെച്ച വളരെ ഭീകരമായ രൂപത്തിൽ BJP പരാജയപ്പെട്ടത് നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് ഇതൊന്നും കേരളത്തിന്റെ മതനിരപേക്ഷ സമൂഹം അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തിയ നാടാണിത്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ പറഞ്ഞൊരു കാര്യം പോലെ ഞങ്ങൾ BJP-ക്കെതിരായിട്ടുള്ള നിലപാട് ഇവർ സ്വീകരിക്കുന്നു. ഇടതുപക്ഷക്കാരൻ പറയുമ്പോൾ ഈ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന കാഞ്ഞങ്ങാട് MLA നിയമസഭയിൽ പറഞ്ഞത് എന്നെ ആക്രമിച്ച് RSS-കാരെ രക്ഷിച്ചത് CPM-കാരാണെന്നും അതോടൊപ്പം RSS-ന്റെ നേതാക്കന്മാരുമായി ചർച്ച നടത്തിയിട്ടുള്ള അജിത് കുമാറിന് DGP പദവി കൊടുക്കാൻ പോകുന്നതും നിങ്ങൾ തമ്മിൽ അന്ധധാരയാണ് എന്നുള്ളത് കൂടി പറയേണ്ടതായിട്ട്. അത് വർഗീയതയുടെ മുസ്ലിം തീവ്രവാദ വിജയമാണെന്ന് പറയുന്ന വിജയരാഘവനെ പോലുള്ള ആളുകളെ പിന്തുണക്കുന്നവർ ഇത്തരം ആളുകളുടെ ഇത്തരം BHP-കാർക്ക് ബലമേകുന്നു എന്നുള്ളത് കൂടി CPM-യുടെ പ്രതിനിധി കൂടി മനസ്സിലാക്കുന്ന നന്നായിരിക്കും. ഒരു വാചകം പറയാം, സമയമില്ല. ഒന്നുമില്ല. ആദരണീയരായ കോൺഗ്രസ് പ്രതിനിധി, ഇനിയെങ്കിലും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും മാർക്സിസ്റ്റുകാരെയും കൊന്നുകളയണമെന്ന ആളുടെ ജന്മവാർഷിക ആഘോഷിക്കാൻ ക്ഷണിക്കുമ്പോൾ കുനിഞ്ഞു നിന്ന് വിളക്ക് കൊളുത്തുന്ന പ്രതിപക്ഷ നേതാവിനെ കേരളത്തിന് സംഭാവന സൗകര്യമുണ്ടെങ്കിൽ തർക്കത്തിലേക്ക് പോകും. കേരളത്തിൽ RSS-ന് കേരളത്തിലെ MP സമ്മാനിച്ചത് എന്തായാലും ഈ ചർച്ച ഇപ്പോൾ LDF UDF തർക്കത്തിലേക്ക് പോയാൽ പിന്നെ അടുത്ത 1 മണിക്കൂർ കൂടി വേണ്ടി വരും. ഇപ്പോൾ നമ്മുടെ വിഷയം നമ്മുടെ ഒരു സെക്യുലർ പ്ലൂറൽ സൊസൈറ്റിയിലെ എല്ലാ ആഘോഷങ്ങളും സഹിഷ്ണുതയോടുകൂടി എല്ലാവരും ആഘോഷിക്കുക എന്ന വലിയ സങ്കല്പത്തിന്റെ പുറത്താണ്. വളരെ നന്ദി എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.